രാഗാതിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാനശേഷൻ ഔത്സുക്യമോഹാരതിതൻ ജഗാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. രാഗദ്വേഷാദികളെ രോഗമായിട്ട്, അതായത് നമ്മളിൽ നിന്ന് ഒഴിയാത്ത തരത്തിലുള്ള രോഗമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ശരീരത്തിന്റെ ആവശ്യമില്ല, ശരീരത്തിൽ അല്ലാത്ത രീതിയിൽ ഉള്ള രോഗം. അശേഷകായ പ്രസൃതങ്ങൾ, അശേഷ രോഗാൻ എന്നാ പറയുന്നത്. ഇവിടെ ശേഷിച്ചു പോകുന്നത്, നമ്മൾ വിട്ടുപോകുമ്പോൾ ശേഷിച്ചു പോകുന്നത് വെറും ശരീരത്തിനെ മാത്രമാണ്. ശേഷിക്കാണ്ട് പോകുന്നതാണ് അശേഷമായിട്ടുള്ളത്. അതാണ് മനസ്സിൻ്റെ ഒരു അംശം, പ്രജ്ഞൻ എന്ന് പറയും. മാണ്ഡൂക്യൻ തുടങ്ങിയ മഹത് ആചാര്യന്മാര് മനസ്സിനെ മൂന്നായി തിരിക്കുകയാണ്: ആഗ്നേയ, വിശ്വപ്രജ്ഞ. ആഗ്നേയ വിശ്വാദികളെല്ലാം ശരീരത്തോടൊപ്പം അഥവാ ഭൗതികമായിട്ടുള്ളതാണ്. അത് ഇല്ലാതെയായി പോകും. മനസ്സിനെങ്ങനെയാ മൂന്നായിട്ട് തിരിക്കുക? അതെങ്ങനെയാ? ആഗ്നേയൻ, വിശ്വൻ, പ്രജ്ഞൻ. അത് പ്രജ്ഞൻ സർവവ്യാപിയാണ്, വിഭുവാണ്. അതിനാണ് പ്രാണൻ അല്ലെങ്കിൽ പ്രാണ യാജ്ഞവൽക്യന്റെയാണ്. ഒരു ത്രേതായുഗത്തിലുള്ള ഒരു വൈശമ്പായൻ എന്നൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു ജനക മഹാരാജാവിന്റെ സദസ്സില്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള യാജ്ഞവൽക്യൻ ആണ്. അദ്ദേഹമാണ് രാജയോഗത്തിന്റെ ഉപജ്ഞാതാവ്. പ്രാണാഹുതി വിദ്യ ശാസ്ത്രമാക്കിയത് രാജയോഗത്തിന്റെ ഉപജ്ഞാതാവ്. അതിൽ ശങ്കരാചാര്യ ഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു 18,000 മുകളിൽ വർഷം പഴക്കം ഉണ്ടാവുന്നതാണ് കണക്കാക്കേണ്ടത്. അത് സർവവ്യാപിയാണ്, കോമൺ ആണ്, സമസ്ത ജീവരാശിക്കുള്ളതാണ്. തൂണിലും തുരുമ്പിലും കല്ലിലും പശുവിലും പട്ടിയിലും പുല്ലിലും മനുഷ്യനിലും ഒക്കെ ഉള്ളതാണ്. വിഭു എന്ന് പറയും. വിഷ്ണു, അത് ഉപരിഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാവും. അഷ്ടാംഗത്തിലെ പ്രകാരം തന്നെ അതാണ് നമ്മുടെ കൂടെ പോയിട്ടുള്ള സ്വന്തം കർമ്മക്ലേശത്തിനെ ഒരു മങ്ങലേൽപ്പിച്ച് പുനർജന്മം കൊടുക്കുന്നത്. സ്വകർമ്മക്ലേശോടിത സത്വഗർഭ സമ്പദ്ധ്യതേ എന്ന് പറയും. സ്വന്തം കർമ്മക്ലേശത്താൽ പുനർജനിക്കേണ്ടി വരുന്നത്, അഥവാ സ്വന്തം കർമ്മക്ലേശത്തിന്റെ പരിണാമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പുനർജനിക്കേണ്ടി വരുന്നത്. ജന്മം എന്തിനാണ്? ഈ ക്ലേശത്തിനെ ഒഴിവാക്കാനാണ്. ധർമാർത്ഥ സുഖസാധനം ആയു കാമയമാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദോപദേശേഷു വിധേയ പരമാദര. ധർമാർത്ഥ സുഖസാധനത്തിന് വേണ്ടിയുള്ള ആയുസ്സിനെ കാമിക്കുന്നവൻ പരമാദരണീയമായിട്ടുള്ള ആയുർവേദത്തിന്റെ ഉപദേശങ്ങൾക്ക് വിധേയരാവണമെന്നാണ്. അഥവാ അപ്രകാരം നമ്മുടെ ജീവിതചര്യ കെട്ടിപ്പടുക്കണം. അത്തരം ജീവിതചര്യ കെട്ടിപ്പടുക്കുന്നത് മൂലം നമുക്ക് നമ്മളെ ഭാഷയിൽ പറയുന്ന മോക്ഷം എന്ന സ്ഥിതി വരും. അഥവാ മോക്ഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ വിട്ടുപോവുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അഥവാ ജീവന്റെ ഒരു അപുനർഭവത്വം ആർജിക്കുക. ഇതിനെ ചില ആചാര്യന്മാർ മോക്ഷമായി കണക്കാക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ
നമുക്ക് അനുഭവം ഇല്ലല്ലോ, മോക്ഷം കിട്ടിയ അനുഭവമില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പൂർവ്വ പറഞ്ഞതേ അറിയുള്ളൂ. പിന്നെ നമ്മൾ യുക്തി അനുസരിച്ച് അതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങളുമാണിത്. മോക്ഷം എന്താണെന്ന്, മുക്തി എന്താണെന്ന്. അല്ലാതെ അതിനെ കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലാതെ എങ്ങനെയാ പറയാ? ശാസ്ത്രത്തിൽ പറയുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഈ പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ജനിക്കാനുള്ള ഒരു കാരണമുണ്ടായി, അല്ലാതെ ജന്മം വരില്ല. പിന്നെ അച്ഛന്റെ ഭാഗം, അമ്മയുടെ ഭാഗം നമ്മുടെ ശരീരത്തില്. പക്ഷേ നമ്മളൊരു ഭാഗം അതിൽ പറയുന്നുണ്ട്, ആത്മജമായിട്ടുള്ള ഭാഗം. അച്ഛന്റെ ഭാഗങ്ങൾ ബോഡിയിലുണ്ടാവും, അമ്മയുടെ ഭാഗങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ ആത്മജം ചിത്തമക്ഷാണി നാനായോനിഷു ജന്മച്ച, അത് ആത്മജമാണ്. ആ ആത്മജമായിട്ടുള്ള കർമ്മക്ലേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സത്വം, ജീവൻ, പ്രജ്ഞൻ, പ്രാണൻ എന്നെല്ലാം വിളിക്കുന്നത് പുനർഭവിക്കുന്നത്, ഗർഭാശയത്തിൽ പ്രവേശിക്കുന്നത്. സ്വകർമ്മ ക്ലേശോടിത സത്വ ഗർഭസമ്പദ്ധ്യത എന്നാണ് ശാരീരസ്ഥാനം ഗർഭാക്രാന്തിയം അധ്യായത്തിൽ പറയുന്നത്. ഇത് പൂർവാചാര്യന്മാര് പ്രജ്ഞാവൃദ്ധന്മാരായിരുന്നു. അവരുടെ അനുഭവവും അവരുടെ ദീർഘദൃഷ്ടിയും ജ്ഞാനദൃഷ്ടിയും എല്ലാം കൊണ്ട് എഴുതപ്പെട്ടതാണ്, യുക്തിക്ക് നിരക്കുന്നതാണ്. അത് ശാസ്ത്രം പഠിച്ചാൽ, ശാസ്ത്രം മഥനം ചെയ്താൽ നമുക്കത് വെളിപാടുണ്ടാവുന്നതാണ്. എത്രയും മനസ്സിലാക്കിയാൽ മതി. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് മഥനം ചെയ്ത് നമ്മൾ കുറെ കാലം കഴിയണം ഒക്കെ ചെയ്ത് അതിൽ പറയുന്നുണ്ട്, ന ശക്യ ചക്ഷുഷാ ദൃഷ്ടം ദേഹേ സൂക്ഷ്മതമോ വിഭു ദൃശ്യതേ ജ്ഞാനചക്ഷുഭി തപശ്ചക്ഷുഭിരേവച. ഇതേ ആചാര്യൻ തന്നെ പറയുകയാണ്, ജ്ഞാനചക്ഷുഭി തപശ്ചക്ഷുഭിരേവച. അറിവാകുന്ന കണ്ണുകൊണ്ടും തപസ്സാകുന്ന കണ്ണുകൊണ്ടും ദൃശ്യമാകും ഏത്? ദേഹത്തിലിരിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള വിഭു. വിഭു എന്ന് പറയാൻ കാരണം എന്താ? സർവവ്യാപി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിഭു, വിഷ്ണു എന്നെല്ലാം പറയുന്നു. പ്രജ്ഞൻ, പ്രാണൻ, വായു, പ്രാണൻ എന്ന് പറയാം. അപ്പൊ അതാണ് ആ വിഭു, സർവവ്യാപിയാണ്. അതിനെ അറിയണമെങ്കിൽ പുറക്കണ്ണ് കൊണ്ട് പറ്റില്ല, അകക്കണ്ണ് വേണം. അപ്പൊ അകക്കണ്ണ് തുറപ്പിക്കുന്ന ആശാന്മാർ ചെറുപ്പത്തില് നമുക്ക് എത്തണം. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മലയാളികള് പഠിച്ചിട്ടുണ്ടാവും. ഇൻസൈറ്റ് ഉണ്ടാവണം. ഇൻസൈറ്റ് ഉണ്ടാക്കി തരുന്ന അത്ര വിദ്യാഭ്യാസം വേണം നമുക്ക്. വളരെ ലളിതമാണ് പറയുന്നത്, പക്ഷേ എളുപ്പമല്ല. പുറക്കണ്ണ് തുറപ്പിക്കാൻ പുലർവേളയിൽ അംശമാണ്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഉദാഹരണം പറയാണ്, വിത്തമിന്തിന്നു മർത്യന്നു വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് വരുതേണമോ. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യിന്റെ ആവശ്യമില്ല, അത് ഉരിക്കാൻ നെയ്യായിന്ന്. അതാണ് ഉദാഹരണം പറയുന്നത്. അപ്പൊ അത് പറയാൻ വളരെ ലളിതമാണ്. അത് സ്വായത്തമാക്കാൻ, അനുഭവിക്കാൻ, അനുഭവവേദ്യമാക്കാൻ നമ്മൾ പ്രയത്നിക്കണം. തപച്ചക്ഷുസ് വേണം, ജ്ഞാനചക്ഷുസ് വേണം. അപ്പോഴേയും പറയുന്നത് ജ്ഞാനാംശേന നഹി ജ്ഞാനം കൃഷ്ണേ ജ്ഞേയെ പ്രവർത്തതേ ബുഭുത്സേത വിഷക്തസ്മാ തത്വം തന്ത്രാനുശീലനാൽ എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അറിവിന് വേണ്ടി ശ്രമിക്കുക, പഠിക്കുക. ബഹുശ്രുതം ശാസ്ത്രം, ശാസ്ത്രം വളരെ പ്രാവശ്യം കേൾക്കുക. കേട്ട് 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 അങ്ങനെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വരണം, അതിന് ഉരുത്തിരിഞ്ഞ് വരണം. അതാണ് ഇതിന്റെ മഹത്വം, ഈ ശാസ്ത്രത്തിന്റെ മഹത്വം, സൂത്രത്തിന്റെ മഹത്വം, ഈ ഭാഷയുടെ മഹത്വം. അതിൽ അടങ്ങിയിരിക്കുന്ന വളരെ ഗൂഢമായിട്ട് അർത്ഥങ്ങളുണ്ട്, പല തരത്തിലുള്ള അർത്ഥങ്ങൾ. ഇപ്പൊ നോക്കിക്കോളൂ, രാഗാദി. രാഗ രണ്ടക്ഷരമാണല്ലോ, അതിന്റെ അർത്ഥം അതിവിപുലമാണ്.
ഒരിക്കലും പറഞ്ഞതുകൊണ്ട് തുടക്കത്തില് അത്തരത്തിൽ രചിക്കപ്പെട്ടുള്ള ശാസ്ത്രമാണ് ഈ ആയുർവേദം, പ്രത്യേകിച്ച് സൂത്രസ്ഥാനം. അതുകൊണ്ട് ഈ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ശാസ്ത്രകാരന്റെ ദൃഷ്ടിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, ചിന്താഗതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവും. അതിനാണ് അതിന്റെ പ്രൈമറി വിദ്യാഭ്യാസം, അതിന്റെ ടൂൾസ് അതാണ്. വെറും വാച്യാർത്ഥം കൊണ്ട് കഴിയില്ല. വ്യംഗ്യാർത്ഥം വേണം, ഭാവാർത്ഥം വേണം, ഗൂഢാർത്ഥം വേണം, കുറെ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യുക്തി, തന്ത്രവും നിരുക്തവും എല്ലാം മനസ്സിലാക്കിയാലാണ് ഇത് ഏതാണ്ട് ബോധ്യപ്പെടുള്ളൂ. ഇനിയിപ്പോ നമ്മളിപ്പോ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അത് ഏകദേശ രൂപത്തിൽ പറയുകയാണ്. അതിലൊരു ഭാഗത്താണ് ഇപ്പോ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നിദ്ര, ഉറക്കം. അങ്ങനെ ഓരോ വിഷയത്തിനെ കുറിച്ച് പറയാമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നിദ്രയെ കുറിച്ച് പറയാം. നിദ്ര, ആഹാരം, ശയനം, അബ്രഹ്മചര്യം, ഇത് 3 ഒരു മനുഷ്യനെ താങ്ങി നിർത്തുന്ന തൂണുകൾ എന്ന് പറയുന്നത്. നിദ്ര എന്താണ്? ഉറക്കം. കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേകതരം മരണമാണത്, ഒരു അറിയാത്ത അവസ്ഥ. നിദ്ര നല്ല ഗാഠനിദ്രയല്ലേ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എവിടെ കിടക്കണോ, എന്താണ്, ഒരു പരിസരമൊന്നും അറിയില്ല, നമ്മളൊന്നും അറിയാത്തൊരവസ്ഥ വരും. ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങി എന്നുള്ള ഒരു വിചാരം ഉണ്ടാവും. അപ്പൊ എന്താണ് നിദ്ര എന്നാണ്. നിദ്ര അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം നച്ച. നിദ്രയില് അടങ്ങിയിരിക്കുന്ന സുഖം, ദുഃഖം, പുഷ്ടി, കാർശ്യം, ബലം, അബലം, വൃഷത, ക്ലീബത, ജ്ഞാനം, അജ്ഞാനം, ജീവിതം, ഇതെല്ലാം നിദ്രയിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഏതാണ്ട് മനസ്സിലായി ഉണ്ടാവുമല്ലോ, ഒരുവിധം എല്ലാം സമഗ്രമായി നിദ്രയില്. ജീവിതം തന്നെ അധിഷ്ഠിതമാണ് നിദ്രയില്. നിദ്രയ്ക്ക് കാലമുണ്ട്. സാധാരണ ഉറക്കത്തിന്റെ കാലം രാത്രികളാണ്. എത്ര സമയം ഉറങ്ങണം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 8 മണിക്കൂർ, 10 മണിക്കൂർ, 6 മണിക്കൂർ, അങ്ങനെ പറയും. അത് തികച്ചും വ്യക്തിഗതമാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഉറക്കം ഇല്ലാതെ ജീവിക്കുക, ഒരാഴ്ച ഉറങ്ങാതെ, രാവും പകലും ഉറങ്ങാതെ ജീവിക്കുക. എന്നാൽ ബോധ്യമാകും ഈ പറയുന്നത് എന്താണെന്ന്. ഞങ്ങളൊക്കെ അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പഠിക്കുന്ന കാലത്ത്. എന്ന് പറഞ്ഞാൽ നിദ്ര നമുക്ക് ഒരു എത്ര വേണമെന്ന് പറയാൻ പറ്റില്ല എന്നാണോ? അങ്ങനെയാണോ? പറയാൻ പറ്റില്ല, അത് വ്യക്തിഗതമാണ്. അത് നമ്മുടെ ചില ആൾക്കാർ 4 മണിക്കൂർ മാത്രം ഉറങ്ങണ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ കണ്ണടച്ചിരുന്നാൽ നിദ്രയുടെ ഗുണം കിട്ടുന്നവരുണ്ട്. അത് അഭ്യസിച്ചാൽ മനസ്സിലാവും. ചിലവർക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ല, 5-6 മണിക്കൂർ ഉറങ്ങിയാലും മതിയാവില്ല. ശരിക്കും ഒരു സാമാന്യന എൻ്റെ അനുഭവത്തില് ഒരു 5 മണിക്കൂർ ധാരാളം മതി നിദ്ര. 5 മണിക്കൂർ ഉറങ്ങാൻ അതിൽ അമിതമായ ബുദ്ധിമുട്ടാണ്. അതിനിദ്രയിൽ ഭയങ്കര കുറെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മഹാരോഗങ്ങൾക്ക് ഉറവിടമാണ് അതിനിദ്ര. അതിനിദ്ര അല്ലേ? അതിനിദ്ര, അകാല നിദ്ര, അതിനിദ്ര, അകാല നിദ്ര, അനിദ്ര. അനിദ്ര പറഞ്ഞാൽ വലിയ ചെറിയൊരു രോഗം തന്നെയാണ്. അല്ല, സാധാരണ പറയച്ചാൽ നമ്മൾ ഈ ഡോക്ടർ, ഈ ഉറക്കത്തിന്റെ സമയത്താണ് ശരീരം എല്ലാ കാര്യങ്ങളും റിപ്പയർ ചെയ്യണത്, എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിത്തരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് എല്ലാ സമയത്തും ചെയ്യുന്നതാണ്, ഉറക്കമില്ലെങ്കിലും ചെയ്യുന്നതാണ്. അത് ഉറങ്ങാതെ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഉറങ്ങാണ്ടിരുന്നാല് നമുക്ക്
ഈ വെയിറ്റ് ലോസ് ഉണ്ടാവും, വെയിറ്റ് കുറയും. പിന്നെ നമുക്കൊരു അത് ഫീൽ ചെയ്യും, ഒരു പാറി നടക്കണ പോലെ ഫീൽ ചെയ്യും. പിന്നെ അതൊരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ ചില ആൾക്കാർക്ക് ചില ജൽപ്പനങ്ങൾ ഉണ്ടാവും, പറഞ്ഞു തന്നെ പറയുക എന്ന് പറയും. അപ്പൊ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് വിശ്രമം കിട്ടില്ല. സമ്പൂർണ്ണ വിശ്രമമാണ് അത് കണക്കാക്കുന്നത്, റിപ്പയറിംഗ് അല്ല, വിശ്രമം. റിപ്പയറിംഗ് കേടുവന്നാലല്ലേ വേണ്ടു, വിശ്രമമാണ്. ഇപ്പൊ ഒരു വാഹനം ഓടിക്കുകയാണ്, കണ്ടിന്യൂസ് ആ ഓടുമ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഓഫ് ചെയ്തില്ലല്ലോ എന്ന പോലെ ഒരു വിശ്രമം അത്യാവശ്യമാണ്. വിശ്രമം ഇല്ലെങ്കിൽ അതിങ്ങനെ കുറെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കമില്ലാണ്ടായി ഒരുതരം വിഭ്രാന്തി വരും, മനോരോഗങ്ങൾ, ഹിതാഹിതങ്ങൾ അറിയാത്ത സ്റ്റേജ് വരും. പലതരം ഭ്രാന്തുകൾ, സ്കീസോഫീനിയൊക്കെ ആ രീതിയിൽ വരുന്നതാണ്. ഒരു കാരണം, പല കാരണം ഉണ്ട്. ഒരു കാരണം ഇതാ നിദ്ര. അതാണ് സുഖം, ദുഃഖം, പുഷ്ടി, കാർശ്യം, ബലം, അബലം, വൃഷത, ക്ലീബത, ജ്ഞാനം, അജ്ഞാനം. ഇപ്പൊ ഒരു ഉറക്കമൊഴിച്ച ആൾക്കാർക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ സെമൻ അനാലിസിസ് നടത്തിയാല് കൗണ്ട് കുറയും, കൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, ദഹനശേഷിക്ക് വ്യത്യാസം വരും. അപ്പൊ അതൊരു വൃഷത. അവിടെ വൃഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീജത്തിന്റെ അസമർത്ഥത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റേ മനസ്സിന്റെ വൃഷ്യമല്ല, ബീജത്തിന്റെ, ധാതുവിന്റെ. സെമന്റെ കൗണ്ട് കുറയും, വ്യത്യാസം വരും. അത് അനുഭവമുള്ളതാണ്. അത് കുറെ രോഗികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഉറക്കമില്ലാത്തവർക്ക്. എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക്. ചില മനോരോഗികൾ ഇതൊന്നും ബാധിക്കാറില്ല. അവർ ഉറങ്ങാ ദിവസങ്ങൾ, മാസങ്ങൾ ഇരിക്കും, അവർക്കത് ബാധകമല്ല. അപ്പൊ തികച്ചും അത് വ്യക്തിയുടെ ഒരു ഭാവത്തിന്റെ ഭാഗമാണ്, വ്യക്തി അധിഷ്ഠിതം എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ ഒരു താരതമ്യേന ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങുന്നത് ഒരു നല്ലതാണ്. ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യണം 2-3 ദിവസം. അപ്പൊ ഒരു സ്വല്പം 2-3 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഒരു ഉറങ്ങിക്കഴിഞ്ഞാല് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും. അപ്പൊ തൃപ്തി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി കൈയും കാലും മുഖവും കഴുകി വീണ്ടും യാത്ര തുടരാം. ഡ്രൈവിംഗ് ആണ് പ്രത്യേകിച്ചും സാധിക്കും. അത് അപ്പൊ വ്യക്തിഗതമാണോ എന്ന് വെച്ചാൽ അതെ. പിന്നെ എന്താ ഒരു പ്രത്യേകിച്ച്, നമുക്ക് ഉറക്കം വരുമ്പോ ഉറങ്ങിയിരിക്കണം. നിർബന്ധപൂർവം ഉറക്കം ഒഴിക്കരുത്. ഉറക്കം വരുന്നു തോന്നുകയാണെങ്കിൽ ഉറങ്ങണം. അത് സന്ധ്യാസമയത്ത് ഒഴിച്ച്, സന്ധ്യകളിൽ ഒഴിച്ച്, പ്രത്യേകിച്ച് പ്രാതസന്ധി, സായാഹ്ന സന്ധ്യ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ ഉറക്കം വന്നോ ഉറങ്ങണം. ഇരുന്നോ കിടന്നോ ഉറങ്ങാം. ഇരുന്നുറങ്ങുന്നതിന് പ്രത്യേകതയുണ്ട്. അരൂക്ഷം അനഭിഷ്യന്തി ആസീന പ്രവിലായുധം എന്ന് പറയും. രൂക്ഷത ഉണ്ടാവില്ല, ഉറക്കത്തിന്റെ ദോഷങ്ങൾ ബാധിക്കില്ല, ഉത്ക്ലേശം ഉണ്ടാവില്ല, ദഹനശേഷി കറക്റ്റ് നടക്കും ഇരുന്നുറങ്ങിയാൽ. അത് അനുവദനീയമാണ്. ഉറക്കം നിഷേധിക്കുന്ന പല രോഗങ്ങളുണ്ട്, അവർക്ക് ഇരുന്നുറങ്ങാൻ വിരോധമില്ല. ഉച്ച ഉറക്കം എന്ന് പറയും മധ്യാഹ്നത്തില്. ചില കണ്ഠരോഗികൾ, ഇപ്പോഴത്തെ തൈറോയ്ഡ് രോഗികൾ അമിതമായിട്ട് ഉറങ്ങിക്കൂടാ, വല്ലാതെ ഉറങ്ങാൻ പാടില്ല. വിഷാർത്ഥ കണ്ഠരോഗി നൈവജാതു നിശാസ്വതി. വിഷാർത്ഥന്മാര്, വിഷരോഗമുള്ളവര്, ഈ സ്നേക്ക് ബൈറ്റ് മുതലായത് അല്ലാതെ തന്നെ ദൂഷി വിഷം മുതലായ മറ്റു ചില കീടവിഷം, ലൂതാവിഷം, അങ്ങനെ കുറെ വിഷങ്ങളുണ്ട്. അങ്ങനത്തെ വിഷം ബാധിച്ചവര്, കണ്ഠരോഗികൾ, കണ്ഠത്തിൽ വരുന്ന എല്ലാതരം രോഗികളും രാത്രി കൂടി ഉറങ്ങരുതെന്ന.
നൈവജാതും നിശാസു അപി, രാത്രി ഉറങ്ങാൻ പാടില്ല. പിന്നെ ഉറക്കം ഒരു എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതൊരു നിദ്രാസ സന്തോഷ തൃപ്തസ്യ സ്വം കാലം നാദിവർത്തത. സന്തോഷം ഉണ്ടാവുക, തൃപ്തി ഉണ്ടാവുക. അവർക്ക് നിദ്രയുടെ സ്വന്തം കാലത്തെ അതിക്രമിക്കില്ല. യഥാവിധി വരും, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിക്കോളും. രാത്രോ ജാഗരണം രൂക്ഷം യുദ്ധം പ്രസ്വപ്നം ദിവ. രാത്രി ഉറക്കൊഴിക്കുന്നത് രൂക്ഷത ഉണ്ടാക്കും, വാതകോപം ഉണ്ടാക്കും. സ്നിഗ്ധം പ്രസ്വപ്നം ദിവ. പകൽ ഉറങ്ങുന്നതോ സ്നിഗ്ധമാണ്, കഫം വർദ്ധിക്കും. അപ്പൊ അകാല നിദ്രയിൽ എന്താ ഉണ്ടാവുക? അകാല ശൈനാൻമോഹ ജ്വര സ്ഥൈമിത്യ പീനസ ശിരോരു കാസ ഹൃല്ലാസ സ്രോതോരോധ അഗ്നിമന്ദത. എന്തൊക്കെ രോഗങ്ങൾ വന്നു? അകാല ശയനം കൊണ്ട്. ഉറങ്ങേണ്ട കാലത്ത് അല്ലാതെ ഉറങ്ങിയാൽ, ഇപ്പൊ രാവിലെ സൂര്യ ഉദിച്ച 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. സന്ധ്യക്ക് ഉറങ്ങുന്നവരുടെ രാവിലെ പലരും സൂര്യോദയം കഴിഞ്ഞ് 7 മണി, ഇവിടെയൊക്കെ 6 മണിക്ക് സൂര്യ ഉദിക്കും. അപ്പൊ ഒരു 7 മണി 7:30 കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന പല കുട്ടികളും രക്ഷിതാക്കളും ഉണ്ട്. രക്ഷിതാക്കളെന്ന് പറയാൻ പറ്റില്ല, ആൾക്കാർ എന്ന് പറയാം, മനുഷ്യന്മാര്. രക്ഷിക്കില്ല, രക്ഷിതാക്കളെ രക്ഷിക്കുന്നവരാണല്ലോ. അതല്ല, സാധാരണ മനുഷ്യജീവികള്. അപ്പൊ അവര് അകാല ശയനം കൊണ്ട് മോഹം എന്നുള്ളൊരു മനസ്സിന്റെ അവസ്ഥ വരും. മോഹാലസ്യം എന്നൊക്കെ പറയാം. അലസത, അറ്റാച്ച്മെന്റ്, മനസ്സിന്റെ ഒരു അവസ്ഥാഭേദമാണ് മോഹം. രാഗം പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മനോരോഗം തന്നെയാണ്. ജ്വരം, പലതരം പനികൾ വരും. സ്ഥൈമിത്യം, സ്ഥിമിതത, ഒരു ദേഹത്തിന് ഗുരുത്വം തോന്നുക. പീനസം, സ്നീസിങ് ഉണ്ടാവും. സൈനസൈറ്റിസ് ഒക്കെ അതിൽപ്പെടും. ശിരോരുക്ക്, തലക്കുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് തലവേദന. കാസം, ചുമ. ഹൃല്ലാസം, ഹൃദയത്തിന്റെ അസുഖങ്ങൾ, ഹൃദയവ്യഥ. സ്രോതോരോധം, സ്രോതസ്സുകള് ബ്ലോക്കാവുക. പ്രത്യേകിച്ച് രക്തവാഹ സ്രോതസ്സുകള്, രസവാഹ സ്രോതസ്സുകള്, മനോവഹ സ്രോതസ്സുകള്, പലതരം സ്രോതസ്സുകളുണ്ട്. പ്രജ്ഞ അതിന് പറഞ്ഞിട്ടില്ല, മനസ്സ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള സ്രോതസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. രക്തവക സ്രോതസ്സുകള്, ബ്ലഡ് വെസൽസ് എല്ലാം ബ്ലോക്കാവും. സ്രോതോരോധം എന്ന് പറയും. അത് സ്ഥൂലമാണ്, വിസിബിളാണ്. അഗ്നിമന്ദം, അഗ്നിമാന്ദ്യം, ദഹനശേഷി ഇല്ലാണ്ടാവും. ദഹനം എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ആഹാരം പരിണാമം സംഭവിക്കുക, ആ പരിണാമത്തിന് വിഘ്നം വരും. ശിരോരുക്ക്, കാസം, ഹൃല്ലാസം, ഇതൊക്കെ പറയുന്നത് എങ്ങനെയാ വെച്ചാല് അനുഭവത്തിൽ നിന്നാണ്, പ്രത്യക്ഷ ദൃഷ്ടാന്തത്തിൽ നിന്നാണ്. സ്രോതോരോധം അതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അഗ്നിമാന്ദ്യം, അഗ്നിമാന്ദ്യം എന്ന് പറഞ്ഞാൽ ഈ ജഠരാഗ്നിമാന്ദ്യം, ധാത്വഗ്നിമാന്ദ്യം. ധാതു പരിണാമം ശരിക്കും നടക്കില്ല. അതാണല്ലോ വെയിറ്റ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഉറക്കൊഴിച്ച വെയിറ്റ് പറയുന്നു. വെയിറ്റ് പറയാനുള്ള കാരണം ധാതു പരിണാമല്ലേ. രസോപ്യസിന്റെ രക്തായ മാംസായ കുതയേവതും, രസധാതുവിന് പരിണാമം നടക്കുന്നില്ല, അവിടെ വെച്ച് നിന്നു. ബ്ലഡും മുതലായ അവിടുന്ന് അങ്ങനെയുള്ള രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നുള്ള ധാതുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പൊ സെമണിൽ കൗണ്ടും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ടല്ല, ഒരു 10 ദിവസമൊക്കെ എടുത്താൽ അങ്ങനെ വരും. അപ്പൊ ഈ നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് എങ്ങനെയാ എന്ന് ചോദിക്കും. നൈറ്റ് ഡ്യൂട്ടിക്കാരെ വേറെ വിധി പറയുന്നുണ്ട്. അസാത്മ്യ ജാഗരാദാർത്ഥം പ്രാതസ്വപ്യാത് അഭുക്തവാൻ. രാത്രി ഉറക്കൊഴിക്കുന്നത് രൂക്ഷമാണെന്ന് പറഞ്ഞല്ലോ. സ്നിഗ്ധം സ്വപ്നം ദിവ. അപ്പൊ സാധാരണ ഒരു 6 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെന്ന് കരുതുക. അവർക്ക് ഉറക്കൊഴിക്കേണ്ടി വരികയാണ്. ജോലി സംബന്ധമായിട്ടോ യാത്രാ സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടോ ഉറക്കൊഴിക്കേണ്ടി വരികയാണ്. നിത്യവും എന്ന് കൂട്ടാം. അവര് പ്രാതസ്വപ്യാത് അഭുക്തവാൻ, അവർക്ക് പ്രാതകാലത്ത് ഉറങ്ങാനുള്ള അവർക്ക് അനുവാദമുണ്ട്.
അത് സൂര്യോദയത്തിന് ശേഷം ആണ് നമ്മളത് ചെയ്യുന്നത്. അതല്ല അതിന് മുമ്പും ആവാം, കുഴപ്പമില്ല. അഭുക്തവാൻ സ്വപ്യ, ഭക്ഷണം കഴിക്കരുത്. ഉറക്കമൊഴിച്ച ആള് ഭക്ഷണം കഴിക്കാതെ വീണ്ടും ഉറങ്ങി. എങ്ങനെ? അർദ്ധം സ്വപ്യ, അർദ്ധം എന്ന പകുതി. സാധാരണ 6 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെങ്കിൽ 3 മണിക്കൂറും കൂടി ഉറങ്ങുക, ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുക രാവിലെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. എന്നിട്ട് എഴുന്നേറ്റ് പ്രാതകർമ്മങ്ങൾ ചെയ്യാം. അപ്പോ ഉറക്കമൊഴിച്ചതിന് ദോഷം മാറും. അസാത്മ ജാഗരാദർദ്ധം പ്രാതസ്വപ്യാദഭുക്തവാൻ. അപ്പോ നൈറ്റ് ഡ്യൂട്ടിക്കാരുടെ കാര്യം പരിഹരിക്കപ്പെട്ടു. തൈറോയ്ഡ് രോഗിയുടെ കാര്യം ഒരു ഉറവിടം മനസ്സിലായി. നിദ്രയിൽ അധിഷ്ഠിതമാണ് ഇതെല്ലാം. ഇത് എങ്ങനെ സംഭവിക്കുന്നു? നിദ്ര എങ്ങനെ ഉറക്കം വരുന്നു? പല രീതിയിലുള്ള മാനസികമായിട്ടുള്ളത് കൊണ്ട് വരും. കാന്താ ബാഹുലതാശ്ലേഷ നിർവൃത്തി കൃത്യത നിദ്രാസ സന്തോഷ തൃപ്തസ്യ സ്വം കാലം നാദിവർത്തത എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മള് കാന്താബാഹുലതാശ്ലേഷം ഗൃഹസ്ഥന്മാരുടെ കാര്യമാണ് പറയുന്നത്. നിർവൃതി ഉണ്ടാവുക, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്നുള്ളതിന് നിർവൃതി ഉണ്ടാവുക. കൃതകൃത്യത, സന്തോഷമായിരിക്കുക, തൃപ്തിയായിരിക്കുക, സാറ്റിസ്ഫൈഡ് ആവുക. അങ്ങനത്തെ ആൾക്കാർക്ക് നിദ്രയുടെ കാലം അതിവർത്തിക്കില്ല, നല്ല ഉറക്കം ഉണ്ടാവുന്നതാണ്. ഇനി ഉറക്കം വന്നില്ല, ഉറക്കം വേണം ചിന്തിക്കാനും പോണ്ട. ഉറക്കം ഉണ്ടായില്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനും പോണ്ട. അങ്ങനെ ഇരുന്നാൽ തനിയെ വരും ഉറക്കം. പിന്നെ ഉറക്കം നമ്മൾ ഏതു സമയത്തും എത്ര ബഹളത്തിലും ഉറങ്ങാനുള്ള ശേഷി ഉണ്ടാവണം. നല്ല ട്രെയിനിങ് ഉണ്ടാവണം. അത് അഭ്യാസം കൊണ്ട് സാധിക്കും. രാത്രി കാലങ്ങളിൽ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വാഹനങ്ങൾ പോകും. ആ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കും, ഹോണിന്റെ ശബ്ദം കേൾക്കും. റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് തീവണ്ടി ശബ്ദം കേൾക്കും. പക്ഷെ അവരറിയില്ല, അവര് ഈ വണ്ടി ശബ്ദം കൊണ്ട് അവർ അറിയില്ല, അത് ശീലമായി പോയി. അപ്പൊ അവിടെ ഒരു ഇംഗ്ലീഷ് പോയറ്റ് പറയുന്നുണ്ട്. ആ പോയറ്റിന്റെ പേര് എനിക്ക് ഓർമ്മ തോന്നുന്നില്ല. പക്ഷെ രാത്രി ഒരു വണ്ടി ഓടുകയാണ് ലണ്ടനില്. ആദ്യകാലങ്ങളിലാണ്, കരിവണ്ടിയാണ് വണ്ടി തുടങ്ങിയ കാലത്ത്, സ്റ്റീഫൻസന്റെ കാലത്ത്. തീവണ്ടി കണ്ടുപിടിച്ചൊരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എഴുതിയതുകൊണ്ട്. അതില് എല്ലാവരും കിടന്നുറങ്ങണു, മെയില് പോണു, എല്ലാം പോകുന്നു, അതിന്റെ പട്ടി കിടന്നുറങ്ങണു, മനുഷ്യർ കിടന്നുറങ്ങണു. അവരും അറിയുന്നില്ലേ രാത്രി വണ്ടി പോകുന്നത്, ശീലമായി. പക്ഷേ ജഗ് ഓൺ ദ ടേബിൾ ജെന്റിൽ ഷേക്ക് എന്ന് പറയുന്നുണ്ട്. ഒരു മേശപ്പുറത്തേക്കുന്ന ജഗ് ചെറുതായിട്ട് നനങ്ങി എന്നാണ് കവി എഴുതിയിരിക്കുക. അതെന്തുകൊണ്ടാണ്? അതിന് മനസ്സില്ല. ആ ഷിവറിങ് അതിനെ ബാധിച്ചു. ആ ഷിവറിങ് പക്ഷെ കിടന്നുറങ്ങുന്ന ആൾ അറിയുന്നുമില്ല. അപ്പൊ എന്താണ് പറയാൻ? ഏകോനവിംശതി മുഖ ബഹിർപ്രജ്ഞ ജാഗ്രത് അന്തർപ്രജ്ഞ സ്വപ്നം എന്ന് നമ്മുടെ ഈ പതഞ്ജലി പറഞ്ഞതുകൊണ്ട്, പതഞ്ജലി പറയുന്നുണ്ട്. അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വിശദമായിട്ട്. സന്തോഷം നിശ്ചയുണ്ടാവും. അപ്പൊ അത് അനുഭവത്തില് അറിയുന്നതാണ്. എന്താണ് പഞ്ചഭൂതങ്ങള്, എന്താണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, എന്താണ് പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, എന്താണ് മനസ്സ്, എന്താണ് ബുദ്ധി, എന്താണ് പ്രജ്ഞൻ, എന്താണ് അഹങ്കാരം, എന്താണ് പ്രതിഭ, മനസ്സിന്റെ ഡിവിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാലാണ് ഈ ജാഗ്രത എന്താണ്, സ്വപ്നം എന്താണ്, സുഷുപ്തി എന്താണ്, തുരീയം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വൈദ്യന്റെ വിഷയമല്ല. എന്നാ വൈദ്യനാവാം, അതൊരു യോഗിയാണ്. അതാണ് യോഗീന്ദ്രവന്ധ്യം ഭവരോഗ വൈദ്യം എന്ന് പറയാൻ കാരണം. ജ്ഞാനബുദ്ധി പ്രദീപേന യോനാവിശതി യോഗിവത് ആതുരസ്യ അന്തരാത്മാനം നസരോഗാം ചികിത്സ ചരകാചാര്യം പറയുന്നതാണ്.
ഓരോ ബുദ്ധിയുടെ അവസ്ഥാവിശേഷമാണ്. അറിവാകുന്ന ദീപം കൊണ്ട് മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറയാണ്. മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എങ്ങനെയാണ് ആ പ്രയോഗം നോക്കൂ. ആ ഇറങ്ങിച്ചെല്ലാൻ ശേഷി ഉണ്ടാവണം വൈദ്യനെന്നാണ്. വെറും വാക്യാർത്ഥം മാത്രം അറിയുന്ന ആൾക്കാർക്ക് ഇതെന്തോ പൊട്ടത്തരം പറയാണ്, മണ്ടത്തരം പറയാണ് തോന്നും. ജ്ഞാനബുദ്ധി പ്രദീപേന യോനാവിശതി യോഗി ആതുരസ്യ അന്തരാത്മാന നസരോഗാം ചികിത്സതി. നമ്മള് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാൻ അതിൻ്റെ ഒരർത്ഥം. നമുക്കറിയുന്നത് ദക്ഷിണാജ്ഞാന സന്ദേശം, നമുക്കറിയുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു സന്ദേശം. അറിവാകുന്ന ദീപം കൊണ്ട് പ്രതീപഭൂതം ശാസ്ത്രം ഹി ദർശനം വിപുലാമതി. ബുദ്ധിയാണ് മതി പറഞ്ഞത് അവിടെ, മറ്റേ വേണ്ടാന്നുള്ളതല്ല, മലയാളമല്ല. ശാസ്ത്രമാകുന്ന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കൂ. വിപുലമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അതിന് വിശകലനം ചെയ്യുന്നതാണ്. പലതരത്തിൽ വിശകലനം ചെയ്യൂ. സഹസ്രാക്ഷത്വമേ ആർജിക്കൂ. അശ്വിനോ തൗ സഹസ്രാക്ഷം എന്ന് പറയുന്നില്ലേ? വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചിന്തിക്കൂ. വൈവിധ്യമാർന്ന രീതിയിൽ നമ്മൾ തന്നെ ചിന്തിക്കൂ. മഥനം ചെയ്യൂ. എന്നാൽ അതിന് മഥനം ചെയ്ത് തന്നെ കലക്കുക. കടവലുകൊണ്ട് കലക്കുക എന്ന് പറയും. അപ്പോ തൈര് കലക്കിയ വെണ്ണ കിട്ടില്ല എന്ന പോലെ കലക്കിയില്ലെങ്കിലോ കിട്ടില്ല. ഒരു കെമിക്കൽ ചേഞ്ചാ വരുന്നത് ഈ ചിന്ത കൊണ്ട്, ഫിസിക്കലായിട്ടല്ല. മനസ്സിന്റെ കെമിക്കൽ ചേഞ്ച് ആണ്, ചിന്തകളുടെ ചേഞ്ച്. വളരെ സൂക്ഷ്മ ദൃഷ്ടിയിൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഉറക്കത്തിന്റെ ഒരു അവസ്ഥ, വിഷാർത്ഥ കണ്ഠരോഗി ജനൈവജാതി എന്ന് പറയുന്നുണ്ടല്ലോ. വിഷരോഗികളെ കണ്ഠരോഗികളൊന്നും ഉറങ്ങാൻ പാടില്ല. പക്ഷെ അല്ലാത്തവർക്കൊക്കെ ഉറങ്ങാം. വൃദ്ധന്മാർക്ക് എപ്പോഴും ഉറങ്ങാം, പകലും ഉറങ്ങാം. ബാലന്മാർക്ക് ഉറങ്ങാം. ഒരു താരതമ്യ 4-5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി, ഒരു വിശ്രമം കിട്ടിയല്ലോ, ക്ഷീണം മാറി, അത്രേ ഉള്ളൂ. റിപ്പയറിങ് നടക്കുന്നുണ്ടോ വെച്ചാൽ അറിയാം. റിപ്പയറിങ് നടക്കാൻ കേട് വന്നാലാണല്ലോ. അപ്പോ ഉറക്കമില്ലെങ്കിൽ അത് ജീവിതം നച്ചാണ്. ജീവിതം തന്നെ ഉറക്കത്തിൽ അധിഷ്ഠിതമാണ്. ജീവിതം ഇല്ലാണ്ടാവും. മരിച്ചു പോകുന്നല്ല അർത്ഥം, ജീവിതം അല്ലാതെയാവുന്നു. അത് ക്രമേണ അത് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും അറിയാത്തൊരു ഉന്മാദ അവസ്ഥ വരും. ഉന്മാദികള് ഉറങ്ങില്ല, ഉറക്കണ്ടാവില്ല. ഉറക്കത്തിനുള്ള ഔഷധങ്ങൾ സേവിപ്പിക്കേണ്ടതായിട്ട് വരും. ഉന്മാദം, ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉറങ്ങി ഉണർന്നു, വീണ്ടും ഉറങ്ങി ഉണർന്നു, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഉറക്കത്തിൽ വിഘ്നം വരുന്നവരുണ്ട്. ഉറങ്ങിയതിൽ അറിവില്ലാത്തവരുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. ഉറങ്ങിയതിൽ അറിവ് എങ്ങനെ ഉണ്ടാവുക? ആ അറിവില്ലായ്മ വരണം. അതൊരു തുര്യത്തിന്റെ ഒരു സ്റ്റേജായിട്ട് കണക്കാക്കുക. സുഷുപ്തി ഉണ്ടായെന്ന് അറിയാത്ത അവസ്ഥ വരണം. ഉറങ്ങിയോ? നന്നായി ഉറങ്ങി. നന്നായി ഉറങ്ങിയുള്ള അറിവ് ഒരു അറിവാണ്. അതും ഒരു അറിവാണ്. ആ അറിവില്ലാത്തൊരവസ്ഥ വരണം. പിന്നെ ഇതിന്റെ രോഗാവസ്ഥയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. മന്ദനിദ്ര രോഗമാണെങ്കിൽ, ഉറക്കക്കുറവ് രോഗമാണെങ്കിൽ അതിന്റെ ചികിത്സ വേറെ പറയുന്നുണ്ട്. മറ്റു പല രോഗങ്ങളിലും പറയുന്നുണ്ട്. ജ്വരത്തില് പ്രത്യേകം പറയുന്നുണ്ട്. ഉറക്കല്ലാണ്ടാവും ജ്വരത്തില്. മനോരോഗങ്ങളില്, മിക്ക വ്യാധികളിലും ഉറക്കം ഒരു കമ്മി വരും, അലട്ടും, ചിന്തകൾ വരും, മനസ്സിന്റെ വളരെ ചിന്തകൾ വരും, ഭയം വരും. അപ്പൊ ഇവിടെ തന്നെ ഒരു 4 വർഷം മുൻപാ തോന്നുന്നു, 4-5 വർഷം മുമ്പ്, ഉറങ്ങാൻ ഭയമുള്ള ഒരു രോഗി. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണർന്നില്ലെങ്കിലോ എന്നൊരു തോന്നല്. എന്താ ചെയ്യാ? ആള് ഉറങ്ങാതിരിക്കും. കണ്ണിൽ മുളകും കുരുമുളകൊക്കെ ഇട്ട് എഴുതി ഉറങ്ങാതിരിക്കുക. വിചിത്രമായ രോഗിയാണ്. അപൂർവമായിട്ടാണ് അങ്ങനത്തെ ഒരു കാണാറ്. പലർക്കും ഉറക്കമില്ല എന്നുള്ള കംപ്ലൈന്റ്, ഉറങ്ങണം എന്നാണ് ഇഷ്ടം. ഇയാൾക്ക് ഉറങ്ങാൻ പേടി. എന്താ വെച്ചാൽ ഉറക്കത്തിൽ ആരോ മരിച്ചു പോയി എന്ന് കേട്ടു. അതിന് ശേഷം ഇയാൾക്ക് ഉറങ്ങാൻ പേടി, ഭയം. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അത് അജ്ഞാനമാണ്.
അതൊക്കെ രോഗത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഹോസ്പിറ്റലൈസിനെ സഡേറ്റ് ചെയ്യും, ഇഞ്ചക്ട് ചെയ്യും, അങ്ങനെ ചെയ്യും. പിന്നുള്ളൊരു ഭയങ്കര ബഹളാവും. എന്ത് മരുന്ന് കഴിച്ചാലും ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. എത്ര സ്ട്രോങ് മരുന്ന് കഴിച്ചാലും ഉറങ്ങാത്തവരുണ്ട്. അങ്ങനത്തവരും ഇവിടെ കാണാറുണ്ട്. വീണ്ടും അവർ വളരെ രീതിയിൽ വരും. അവരൊക്കെ എന്താ ചെയ്യുക? പ്രത്യേകതരം ഉന്മാദികളാണ്, മനോരോഗികളാണ്. എപ്പോഴും ഉറങ്ങുന്ന ആൾക്കാർ, ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിദ്ര എന്ന് പറഞ്ഞ ഒരു വലിയ രോഗമാണ്. രോഗം ഒരു അവസ്ഥയാണ്, പരിഹരിക്കാൻ അതിന്. സാധാരണ കുട്ടികളിൽ കാണാറുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാല് അപച്യമാനോ ബാഹുല്യാൽ ശ്രോതാംശാവൃണതേ കവ തതസ്രോതസ്സുരുദ്ധേഷു കുറുവതേ ഗാത്ര ഗൗരവം ഗുരുഗാത്രസ്യ ആലസ്യം ആലസ്യാത് അതിനിദ്രത. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാതിരിക്കുക, അഥവാ കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തിന്റെ അവസ്ഥ, ദഹിക്കാത്ത അവസ്ഥ കൂടുക, ദഹനശേഷി കുറയുക. അങ്ങനെ വരുമ്പോ അതിന് പരിണാമത്തിന് വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോ ശ്രോതാംശ ആവരണതേ കഫ, സ്രോതസ്സുകളിൽ കഫത്താൽ ആവരണം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് മനോഹ സ്രോതസ്സുകളിൽ. മനസ്സിനെ വഹിക്കുന്ന സ്രോതസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിസിബിൾ അല്ല. അത് അനാട്ടമിയിലോ ഫിസിയോളജിയിലോ ഡിസെക്ഷനിലോ അറിയാൻ പറ്റില്ല. ശ്രോതാംശാവരണതേ കഫ. മറ്റു സ്രോതസ്സുകളിലും കഫാവരണം ചെയ്യും, രക്തവഹ സ്രോതസ്സുകളിലല്ല, രസവഹ സ്രോതസ്സുകളിലല്ല ആവരണം ചെയ്യും. തതസ്രോതസ്സുരുദ്ധേഷു, അപ്രകാരം സ്രോതോരോധം വരും. നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിക്കും ദഹിക്കാണ്ടിരുന്നാൽ സ്രോതോരോധം വരും. പരിണാമം സംഭവിച്ചില്ല, മെറ്റബോളിസം ശരിക്കും നടന്നില്ലെങ്കിൽ സ്രോതോരോധം വരും, ബ്ലോക്ക് വരും. തതസ്രോതസ്സുരുദ്ധേഷു, അങ്ങനെ സ്രോതോരോധം കൊണ്ട്, ബ്ലോക്ക് കൊണ്ട് കുറുവതേ ഗാത്ര ഗൗരവം, ഗാത്രം ഗുരുവായി മാറും, ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ ഗുരുഗാത്രസിച്ച ആലസ്യം, അലസത വരും. അലസ്യാത് അതിനിദ്രത, അലസത കൊണ്ട് അതിനിദ്ര ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, കുംഭാറിനെ പോലെ. അപ്പൊ അതൊരു രോഗമാണ്. അപ്പൊ അവർക്ക് അതിന്റെ രോഗത്തിന്റെ പരിഹാരമായിട്ട് ഔഷധങ്ങളൊക്കെ പറയുന്നുണ്ട്. തീഷ്ണോഷ്ണാദികളായിട്ടുള്ള ജീവനപാചനാദിയായിട്ടുള്ള ഔഷധങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ അതെങ്ങനെയാ വെച്ചാല് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഒരു സ്വന്തം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണത്. കുറച്ചു കാലം, ഒരു 10 മാസക്കാലം ശ്രദ്ധിച്ചു കേൾക്കണം. 10 മാസക്കാലം ഇതിന് നമുക്ക് ലാബിന്റെ ആവശ്യമില്ല. ഇതിന് 10 മാസക്കാലം നിങ്ങൾ ഭക്ഷണത്തിലെ നിയന്ത്രണം കൊണ്ടുവരിക. എരിവും പുളിയാണ് ഉപേക്ഷിക്കുക, പഴകിയ ഭക്ഷണം ഉപേക്ഷിക്കുക. നെല്ലിക്ക വേണമെങ്കിൽ ആവാം, എഞ്ചി ആവാം, ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക. പിന്നെ ഉഴുന്ന് ഉപേക്ഷിക്കുക. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം ഉപേക്ഷിക്കുക. ഈ കഴിക്കുന്ന ഭക്ഷണം 2 നേരമാക്കി ചുരുക്കുക. അതൊരു 10 മാസക്കാലം കഴിഞ്ഞിട്ട് അരച്ചു ഉരുട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും പാടില്ല. ഉഴുന്ന് നിഷേധിച്ചു എന്ന് പറയല്ലോ, മത്സ്യമാംസാദികളും പാടില്ല. അങ്ങനെ ഒരു 10 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഒരു ഇഡ്ഡലി കഴിക്കാം, ഉഴുന്നുള്ളത്, ഒരൊറ്റ ഇഡ്ഡലി. എന്നാ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറഞ്ഞത് എന്താണ്? സ്വയം ബോധ്യപ്പെടും. 10 മാസം വെയിറ്റ് ചെയ്യണം, ഇതേപോലെ ചെയ്യണം, തുടർച്ചയായിട്ട് ചെയ്യണം, ഒരു ദിവസം മുടങ്ങാതെ. എന്നാ മനസ്സിലാവും എന്താണ് ഈ പറയുന്നത്. സ്വന്തം ബോധ്യപ്പെടും. സ്വന്തം ബോധ്യപ്പെട്ടാലാണ് ഇതൊക്കെ തൃപ്തിയാവുള്ളൂ. നമുക്ക് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു, ഇത് ആഗമാണെന്ന് തോന്നുന്നു. സ്വന്തം ബോധ്യപ്പെട്ടാൽ ഒരു സന്തോഷം ഉണ്ടാവും. അതിനുവേണ്ടി അങ്ങനെ ചെയ്തു നോക്കുക. എന്നാ മനസ്സിലാവും എന്താണ് ഇത്, എന്താണ് മൈൻഡ്, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ, എങ്ങനെയാണ് ചിന്തകൾ വരുന്നത്. അന്നം ബ്രഹ്മമായിട്ട് കണക്കാക്കും. എങ്ങനെയാണ് അന്നം ബ്രഹ്മമായിട്ട് മനസ്സിനെ പരിണമിക്കുന്നത്, മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുക. അന്നമയമാണ് മനസ്സ് എന്ന് പറയും. മനസ്സിന്റെ അവസ്ഥാവിശേഷമാണ് അത് വരുന്നത്. ഉറക്കത്തില് മനസ്സിനെ സ്വാധീനിക്കാൻ എളുപ്പം ഭക്ഷണവും തന്മൂലം ഉണ്ടാവുന്ന നിദ്രയാണ്. ഇതൊക്കെ കണക്ഷൻ ഉള്ളതാണ്. ഉറക്കവും നിദ്രയും. ആ നിദ്ര മനസ്സില് അധിഷ്ഠിതമാണ്.
മനസ്സിന്റെ തോന്നലുകൾക്കും മനസ്സിന്റെ വ്യവഹാരങ്ങൾക്കും വിധേയമായിട്ടാണ് ഉറക്കം ഉണ്ടാവുന്നത്. അപ്പൊ ചില ആൾക്കാര്, ചില ഈ അഡിക്ഷനുള്ള ആൾക്കാരുണ്ട്, ആൽക്കഹോളിസം ഉള്ളവര്, ഈ അവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പല ആൾക്കാരും ഉറങ്ങാതിരിക്കും. അപ്പൊ ഈ നർക്കോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, കഞ്ചാവ്, ഭാങ്, ചരസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ട്. അവർക്ക് അവരുടെ തോന്നലനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അവരുടെ ഇച്ഛക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വലിയ വലിയ ആൾക്കാർ, സാധാരണക്കാരൊന്നല്ല, വലിയ വലിയ ഈ ഫാർമസ്യൂട്ടിക്കലിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില യോഗികള്, അവരെ കണ്ടിട്ടുണ്ട് അപൂർവമായിട്ട്. മനസ്സ്, ഉറക്കം, ഭക്ഷണം, ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ഏതാണ് നല്ലത്, ഏതാണ് ഹിതമായിട്ടുള്ളത്, ഏതാണ് അഹിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹിതമായിട്ടുള്ളതിനെ സ്വീകരിക്കുക, അഹിതമായിട്ടുള്ളതിനെ തിരസ്കരിക്കുക. അല്ലാതെ തെറ്റിൽ കൂടെ കയറി പോണ്ട. തെറ്റായിട്ടുള്ളതിനെ കളയണം, നന്നല്ലാത്ത കളയണം, നല്ലത് സ്വീകരിക്കാം. അതിന് അനുഭവം ഉണ്ടാവണം. അതിനൊരു പരീക്ഷണം നോക്കുക. ഒരു 10 മാസക്കാലം, അഥവാ ഒരു ഗർഭകാലമെങ്കിലും അങ്ങനെ ചെയ്താൽ മതിയാവും. അത് എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ സാധിക്കുന്നതാണ്. ഉറക്കത്തിനുള്ള പല പ്രയോഗങ്ങളും പറയുന്നുണ്ട്. ഉറക്കം ഇല്ലാത്തവർക്കുള്ള ചികിത്സ. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കാന്താബാഹുലദാശ്ലേഷ നിർവൃതി കൃതകൃത്യത നിദ്രാസു സന്തോഷ തൃപ്തസ്യ സ്വംകാലം നാദിവർത്തത, ആ വാഗ്പടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് തൃപ്തി ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, എന്നാൽ നിദ്ര സ്വന്തം കാലത്തെ അതിവർത്തിക്കില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വിഷമുണ്ടാവും, ഹീനമാത്രയിൽ കഴിച്ചാലും വിഷമുണ്ടാവും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉറക്കം കുറയും, വിശപ്പില്ലാതെയാവും, ഉറക്കം കുറയും ചെയ്യും, ദഹനശേഷി ഇല്ലാതെയാവും. ആ വിശപ്പും കുറഞ്ഞു വരും. ഇപ്പൊ കുറെ ഭക്ഷണം കുറച്ചുള്ള ആൾക്കാര് അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. ഏകമുക്തന്മാരുണ്ട്. അപ്പോ ദിവസേന ഒരു പിടി അരി കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പിടി ചോറ് മാത്രം, ഒരു പഴം, ഒരു ഈത്തപ്പഴം, ഡേറ്റ്സ്, കുറച്ച് 5-6 നട്ട്സ്, കുറച്ച് വെള്ളം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ ശീലിച്ചാൽ അവർക്ക് സാധിക്കും. അവർ ശീലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഭക്ഷണവും നിദ്രയും അനിദ്രയും ഒക്കെ. അപ്പൊ ഏതാണ് നമുക്ക് യോഗ്യമായിട്ടുള്ളത്, ഏതാണ് സ്വീകാര്യമായിട്ടുള്ളത് എന്ന് നമ്മൾ സ്വമേധയാ തിട്ടപ്പെടുത്തണം. അതിൻ്റെ അറിവിലേക്കാണ് ഈ പഠനങ്ങളൊക്കെ വേണ്ടത്. പക്ഷെ ഇപ്പൊ എന്താണ്, ഇത്തരം പഠനങ്ങൾ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കേണ്ടതാണ്. അങ്ങനെ വന്നാല് നമ്മളെ ശരീരത്തിന് യഥാവിധി വേണ്ടതും വേണ്ടാത്ത തിരിച്ചറിവ് ഉണ്ടാകും. ഹിതമേതാണ് അഹിതമേതാണ് എന്നുള്ള അറിവ് നമുക്ക് കിട്ടും. ആ അറിവ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് നമ്മൾ അറിവ് നേടണം, പഠിക്കണം, ശാസ്ത്രങ്ങൾ പഠിച്ച് സ്വയം ബോധ്യപ്പെടണം. വെറുതെ പഠിച്ചാൽ പോരാ, ബോധ്യപ്പെടണം. അത് ശരിയാണെന്ന് തോന്നണം, വ്യക്തമാകണം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. 2 പ്രാവശ്യം കഴിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് ആ സമയം ഏതായിരിക്കും? 12 മണിക്കൂർ വ്യത്യാസത്തിലാണോ, 10 മണിക്കൂറാണോ, 8 ആണോ, അതോ വിശക്കുമ്പോ കഴിക്കാം? ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ വ്യത്യാസത്തിൽ കഴിച്ചാൽ മതി. രാവിലെ ഒരു 10 മണിക്കും മുമ്പായിട്ടും വൈകുന്നേരത്തെ 5 മണിക്ക് മുമ്പായിട്ടും കഴിക്കാം. സായം പ്രാതം 2 കാലം ആഹാരകാലം. അതിൻ്റെ ഇടയ്ക്ക് ദ്രാവകങ്ങളാവാം, ദ്രവരൂപത്തിലുള്ള പലതും ആവാം. സായം പ്രാതമാണ് അശനത്തിന്റെ സമയം. അത് ഒരു നേരം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, 12 മണിക്ക് കഴിക്കുന്നവരുണ്ട്, ഏകമുക്തന്മാര്. പക്ഷെ അവർ കായികമായിട്ടുള്ള ജോലിയല്ല ചെയ്യുക, മാനസികമായിട്ടുള്ള മറ്റു പല ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവരാണ്, പ്രധാനുഷ്ഠാനങ്ങളിൽ ചെയ്യുന്നത്. സാധാരണ
ഗൃഹസ്ഥന്മാര് ജോലി ചെയ്യുന്നവർക്ക് 2 നേരം ഭക്ഷണം. ഇപ്പൊ തന്നെ അറിയാം, നമ്മൾ ഈ ഉത്തര ഭാരത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് മുതലായ ഭാഗത്തുള്ള ജോലിക്കാർ, കർഷകർ പ്രത്യേകിച്ചും രാവിലെ ഒരു ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വൈകുന്നേരത്തും കഴിക്കും. വൈകുന്നേരത്തോടെ 4-5 മണിക്ക് ഒരു കഴിക്കും ഭക്ഷണം, പിന്നെ പിറ്റേ ദിവസമേ ഉള്ളൂ. അങ്ങനത്തെ ആൾക്കാർ യഥേഷ്ടമാണ്. അത് നമുക്ക് അനുസരിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, രാത്രി ഭക്ഷണം, അങ്ങനെ ഒരു ശീലമായി പോയി. സമയത്തിന് ആഹാരം കഴിക്കണം എന്നുള്ളത് നമുക്കൊരു മിഥ്യാധാരണയായി പോയി. നമ്മളെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യും. ആ സമയം കുറച്ച് സമയം കഴിഞ്ഞ് വിശന്നാല് ആ വിശപ്പില്ലാതെയാവും. പിന്നെ പഴവും മാങ്ങയും ഒക്കെ ആഡ് ചെയ്യുന്നതിന്റെ പഴവർഗ്ഗങ്ങളും മാങ്ങാവർഗ്ഗങ്ങളും ആഹാരം തന്നെയാണ്. ഒരു ആഹാര കാലത്ത് നമ്മൾ ആഹരിച്ചു കഴിഞ്ഞ് വീണ്ടും ദഹനം കൂടി ഉള്ള ആൾക്കാർക്ക് വിശക്കും. ആ വിശക്കുമ്പോ പഴങ്ങൾ കഴിക്കാൻ കുഴപ്പമില്ല, മിതമായിട്ട്. ഒരു രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ 9 മണിക്ക് കഴിച്ചു, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 8 മണിയുടെ മുമ്പ് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ വിശക്കുന്നു. അപ്പൊ ഒരു ഗ്ലാസ് ഇപ്പൊ ആണെങ്കിൽ ചായയോ കാപ്പിയോ പാലോ അല്ലെങ്കിൽ വെള്ളമോ, പൊരിഞ്ഞ വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സോ പഴങ്ങളോ വല്ലതും കഴിക്കാവുന്നതാണ്. മാങ്ങയൊക്കെ കഴിച്ചാൽ വിശപ്പ് കൂടുക ചെയ്യാം. അതിനുശേഷം മാങ്ങ ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കാം, പഴങ്ങളും ആഹാരത്തിന്റെ ഭാഗമാക്കി മാറ്റാം. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ സാധാരണ എല്ലാവർക്കും സാധിക്കില്ല, എല്ലാ കാലത്തും മാങ്ങ കിട്ടില്ല. ഇപ്പൊ ഒരു ദിവസം കിട്ടും തോന്നുന്നു, പക്ഷെ അത് നന്നല്ല. സീസണലായിട്ട് ചക്ക ഭക്ഷണത്തിന് പകരം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. തടിയും കൂട്ടും ചക്ക കഴിച്ചാൽ. പഴുത്ത ചക്ക പച്ച ചക്ക കൊണ്ട് കറികൾ വെക്കും. ഇപ്പൊ ഈ മാസത്തിലൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം, ഇപ്പൊ തുലാമാസമായല്ലോ, കന്നിമാസത്തില് അത്തം ഞാറ്റുവേലയില് ഇടിച്ചക്ക കഴിച്ചാൽ 1 കൊല്ലം ജ്വരം ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം. ഏറെക്കുറെ ശരിയാണ്. അത്തം ഞാറ്റുവേൽ, കന്നിമാസത്തിലെ അത്തത്തില് ഇടിച്ചക്ക കഴിക്കണം. അത് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ സമയത്ത് ആ 15 ദിവസത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു വീട്ടിലൊരു 2 പ്ലാവ് 3 പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ കാലത്ത് ഇവിടെ എല്ലാം കഴിച്ചു നോക്കിയിട്ട് ശീലിച്ചിട്ടുണ്ട്. ഒരു കൊല്ലക്കാലത്ത് ജ്വരം നിന്ന് വന്നിട്ടുള്ള കാലേ അറിയില്ല. ഒരു സാധാരണ പനി പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇല്ല ഇവിടെ. ഇത് കഴിക്കൊണ്ടാണോ അതോ രാവിലെ കുളിക്കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തു തന്നെ ആയാലും രണ്ടും ആവാം. ചക്കക്ക് ഇടിച്ചക്ക എന്ന് പറയും. ഇടിച്ചക്ക വളരെ വിശേഷമാണ്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക്. അത് മാത്രം കഴിക്കാം. പഴുത്ത ചക്ക പ്രമേഹത്തിന് അത്ര ഗുണമുള്ളതല്ല, എന്നാലും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, ബ്രഹ്മണമാണ്. പിന്നെ ഉണ്ണിപ്പിണ്ടി, പച്ചച്ചക്കയുള്ള കറി ഉപയോഗിക്കാം. അത് ഏത് രോഗികൾക്കും ആവാം, പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ആവാം. നല്ല ഫ്രീ മോഷനൊക്കെ ഉണ്ടാവും. അതൊരു പച്ചച്ചക്കയുള്ള കറികൾ വയ്ക്കും, ചക്കയിലിശ്ശേരി, ചക്കക്കറികള്, ചക്കമുളക് ഒക്കെ വയ്ക്കും. അത് വളരെ നല്ലതാണ്. ഉപ്പേരി വയ്ക്കും. ഉണ്ണിപ്പിണ്ടി വളരെ വിശേഷമാണ്. ഉണ്ണിപ്പിണ്ടി കഴിച്ചാല് സ്റ്റോൺ ഉണ്ടാവില്ല, കിഡ്നി സ്റ്റോണ്, ഗോൾഡ്, ഒരു തരം സ്റ്റോണുകൾ ഉണ്ടാവില്ല. അതിന് ജ്യൂസ് എടുത്ത് നമ്മൾ കൊടുക്കും അങ്ങനത്തെ രോഗികൾക്ക്, ഉണ്ണിപ്പിണ്ടി ചാറ്. പിന്നെ പല രോഗങ്ങള് സ്രോതസ് ദൃഷ്ടിയുള്ളവർക്ക് ഉപയോഗിക്കും. അപ്പൊ ഈ പച്ചക്കദളിയുടെ ഉണ്ണിപ്പിണ്ടി വളരെ വിശേഷമാണ്. അതേപോലെ ഇപ്പൊ ഉണ്ടാവുന്ന ചില ഈ ഹൈബ്രിഡ് ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടാവുന്ന ചില വാഴകളില്ല, അതിന്റെ ഉണ്ണിപ്പിണ്ടി കഴിക്കും. ഉണ്ണിപ്പിണ്ടി മാണിയും കഴിക്കും. വാഴമാണം ഉണ്ടല്ലോ, അതും കഴിക്കും. അപ്പൊ അങ്ങനെ കഴിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അത്തരം വാഴകൾ ഇവിടെ കൃഷി ചെയ്യാറില്ല. ഇപ്പൊ റോബസ്റ്റ ഒരു വാഴ പച്ച, അതിന്റെ മാണി ചിലതിന്റെ കഴിക്കും. അതുപോലുള്ള കായുണ്ട്, അതിന് കഴിക്കില്ല. അത് നാച്ചുറലാണ്. റോബസ്റ്റിൽ അതേ രീതിയാണ് കാളിക്കായ്ക്ക്, ഹൈബ്രിഡ് അല്ല. അപ്പൊ പലതും നമ്മളിപ്പോ ഈ ജനിതക വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പലതിനും ഗുണത്തിന് മാറ്റം, രസത്തിന് മാറ്റം വരുന്നു.
ഒരു വാഴയുടെ മാനി, വാഴയുടെ പൂവ് കയ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ കാരണം? അതിൽ ഭൂതഘടനയ്ക്ക് മാറ്റം വന്നു എന്നാണ്. സാധാരണ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഭക്ഷണങ്ങളില് ഇപ്പൊ ഏതുതരം ഭക്ഷണം കഴിക്കുന്നു ആ തരം മനസ്സുണ്ടാവുന്നതാണ്. അന്നമയമാണ് മനസ്സ്, അന്നമാണ് മനസ്സ്. ആ മനസ്സിന്റെ ഭാഗമാണ് നിദ്ര. മനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിദ്ര വരുന്നത്. അപ്പോ എണ്ണതേപ്പും കുളി ചെയ്താൽ നിദ്ര യഥാകാലം ഉണ്ടാവും. വിദ്യാമണ്ണം കാലിൻ്റെ അടിയിൽ എണ്ണ തേച്ച് കുളിക്കുക, തലയിൽ എണ്ണ തേച്ച് കുളിക്കുക, തലയിലും ചെവിയിലും ശിരശ്രവണ പാതേഷു തം വിശേഷണശീലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രീതിയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ നിദ്ര സ്വന്തം കാലത്തെ അതിവർത്തിക്കില്ല. കുളിക്കാതിരുന്ന ചില ആൾക്കാർക്ക് ഉറക്കം ഉണ്ടാവില്ല. അപ്പോ കുളി നിഷേധിച്ചുള്ള പല രോഗികളുണ്ട്. ചില ജ്വര രോഗികൾക്ക് ജ്വരം വന്നു, സന്നിപാത ജ്വരം വന്നു, ജ്വരം വിട്ടുമാറി ഒന്ന് കുളിച്ചാൽ അന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉറങ്ങിപ്പോവരുത്, അറിയാതെ ഉറങ്ങിപ്പോവും. മയക്കുമരുന്ന് കഴിച്ചാൽ മട്ടും ഉറങ്ങിപ്പോവും. അപ്പൊ ഈ സ്നാനത്തിന്റെ ഗുണങ്ങളിലും പറയുന്നുണ്ട് അതെല്ലാം വ്യംഗ്യമായിട്ട്. അപ്പൊ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുക എന്നാണ് നമ്മൾ അതിനൊരു മറുപടി പറയാനുള്ളത്. അപ്രകാരം ജീവിച്ചു കഴിഞ്ഞാല് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള രോഗങ്ങളൊന്നും നമ്മളെ ആക്രമിക്കില്ല എന്ന് സ്വയം ബോധ്യമാവും. പിന്നെയുള്ള ആഹാരങ്ങളാണ്. ഇപ്പോ എരിവ് രസം, മധുരരസം, അമ്ലരസം, ഉപ്പ്, ചവർപ്പ്, കയ്പ്, ഇത്തരം രസങ്ങള്, ഷഡ്രസങ്ങൾ, 6 രസങ്ങളാണ് കണക്കാക്കുന്നത്. 6 രസങ്ങൾ മധുരത്തിന് പ്രാധാന്യം കൊടുക്കണം. മധുരത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരിണാമം ശരിക്കും നടക്കും. പ്രമേഹ രോഗികളാണെങ്കിൽ കൂടി കുറേശ്ശെ മധുരം നിഷേധിക്കുന്നില്ല. ഒരു അളവ് ചുരുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അരിയുടെ ഗോതമ്പിന്റെ മാത്ര ചുരുക്കുക. കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി, ഒരു 4 ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർ 2 എണ്ണം കഴിക്കുക, 6 ഇഡ്ഡലി കഴിക്കുന്ന 3 എണ്ണം കഴിക്കുക, അല്ലെങ്കിൽ 1 2 എണ്ണം കഴിക്കുക. അത് ശീലാക്കുക. അപ്പോ അമിതമായിട്ടുള്ള ഭക്ഷണം പാടില്ല. അതിമാത്രം പുനഃസർവാൻ ആശുദോഷാൻ പ്രകോപയിൽ. അടുത്ത അധ്യായമാണ് 8ാമത്തെ. ഭോജനം ഹീനമാത്രം തോ ന ബലോപചയ ഓജസാം അതിമാത്രം പുനഃസർവാൻ ആശുദോഷാൻ പ്രകോപയിൽ. അപ്പോ ഹീനമാത്രമായിട്ടുള്ള ആഹാരം കഴിച്ചാല് ബലം, ഉപചയം, ഓജസ്സോ ഒന്നും ഉണ്ടാവില്ല. അതിമാത്രമായിട്ട് കഴിച്ചാലോ എല്ലാ ദോഷങ്ങളും കോപിച്ച് രോഗിയായി മാറും. അപ്പോ ഹിതവും മിതവുമായിട്ടുള്ള രീതിയിൽ ആഹാരം ശീലിക്കുക. അനുയായാത് പ്രതിപദം സർവധർമ്മേഷു മധ്യമം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2ാം അധ്യായത്തില് ദിനചര്യയിൽ പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു മധ്യവർത്തിയായിട്ട്, മീഡിയം, ഒന്നും എക്സ്ട്രീം ആവരുത്, അങ്ങനെ ജീവിച്ചു പോകുക എന്ന് പറയണം. ഇനി എന്താണ് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആവാം. രാത്രി ഉറക്കം ഒഴിച്ചാല് 3 മണിക്കൂർ കൂടുതൽ ഉറങ്ങണം എന്നാണോ പറഞ്ഞ പകല്, അതോ ആകെ 3 മണിക്കൂർ ഉറങ്ങണം? അങ്ങനെയല്ല. അസാത്മ്യ ജാഗരാദർത്ഥം പ്രാതസ്വപ്യാദഭുക്തവാൻ. രാത്രി ഇപ്പൊ സാധാരണഗതിയില് ഒരാള് 4 മണിക്കൂർ ഉറങ്ങാന്ന് കൂട്ടുക. നിത്യം 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ, അല്ലെങ്കിൽ 6 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. എത്ര തന്നെ ആയാലും ആ വ്യക്തി ഉറങ്ങുന്നതിന്റെ പകുതി സമയം രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഉറങ്ങണം. അഭുക്തവാൻ സ്വപ്യ പ്രാത. ഉറക്കമൊഴിച്ച ആള് രാവിലെ സാധാരണ ഉറങ്ങുന്നതിന്റെ പകുതി സമയം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങും. അതാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. അങ്ങനെ വന്നാല് ഉറക്കം ഒഴിച്ചാൽ ഉണ്ടാവുന്ന വാതകോപങ്ങളോ ദോഷങ്ങളോ ബാധിക്കില്ല. ഉറക്കമൊഴിച്ചാൽ അവരുടെ രോഗം ഉണ്ടാവും. ഉറങ്ങില്ല, അനവധി രോഗങ്ങൾ ഉണ്ടാവും. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
അത് എന്താ ഒരു പ്രശ്നം വെച്ചാൽ ഒരു 2-4 ദിവസം ഉറങ്ങാൻ 3 ദിവസമൊക്കെ ഉറക്കൊഴിച്ചിരിക്കാൻ പ്രയാസമാണ്. അത് കഴിഞ്ഞ് ഉറക്കൊഴിച്ചിരുന്ന് കഴിഞ്ഞാല് പിന്നെ ഉറങ്ങാനാ പ്രയാസം വരിക. ശരി. അപ്പൊ മുഴുവൻ അതുപോലെ 6 മണിക്കൂർ ഉറങ്ങണമെന്നില്ല. അപ്പം സാധാരണ ഉറങ്ങുന്ന ഇല്ല. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഒരു സാമാന്യ ഉറക്കമാണ്. സാധാരണക്കാരന് 5-6 മണിക്കൂർ ഉറങ്ങാം. സാധാരണക്കാരല്ലാത്ത ആൾക്കാർക്ക് അതൊരു വിഷയമല്ല. അവർക്ക് എപ്പോഴും കണ്ണടച്ചിരുന്ന് ഉറങ്ങാം. 1/2 മണിക്കൂർ 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. പല പണ്ഡിതൻ ശ്രേഷ്ഠന്മാരും സന്യാസിമാരും യോഗികളും ചിന്തകന്മാരും ഒക്കെ അങ്ങനെ ഉറങ്ങുള്ളൂ. ശ്വാനനിദ്ര, വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താ? ശ്വാനനിദ്ര, നായ്ക്കളുടെ ഉറക്കാണ്. നായ എത്ര സമയം ഉറങ്ങും? ചിലപ്പോ 1 മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒക്കെ ഉറങ്ങിയാൽ മതി അവർക്ക്, നായ്ക്കൾക്ക്. ശ്വാനനിദ്ര പറയുന്നത് വിദ്യാർത്ഥി ലക്ഷണം, പഠിക്കുന്നവരുടെ ലക്ഷണം. പണ്ടത്തിൽ പറയുന്നുണ്ട് ഭഗദ്ധ്യാനം, ശ്വാനനിദ്ര പറയുന്നത്, അല്പാഹാരം ജീർണാവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. അതില് മറ്റേ അമിതമായിട്ട് ആഹാരം കഴിക്കരുതെന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ. അമിതമായിട്ട് കഴിച്ചാൽ എന്താ പറയാ, അതിനിദ്ര ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല, അസമയത്ത് തിന്ന് കയറ്റും, വയറ് നിറച്ച് അങ്ങോട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ അടിച്ചു കയറ്റും. എന്നിട്ട് കൂർക്കം വലിച്ചുറങ്ങും. കൂർക്കം വലിക്കുക പറഞ്ഞാൽ അത് വലിയ കേടാണ്ട് വായിലോരോ സാധനം കടിപ്പിച്ച് കിടന്നു തുടങ്ങും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. തിന്നുമ്പോ ഒന്നും ശ്രദ്ധിക്കില്ല. ഇത് ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോ കണ്ടമാനം കഴിക്കുന്നവരുണ്ട്. ഒരു ഭഗന്റെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. അതൊരു അജ്ഞതയാണ്. ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് പലരും. പല ബ്രഹ്മചാരികള് ഈ സന്യാസത്തിന് മുമ്പ് ബ്രഹ്മചര്യം എന്നുള്ള അവസ്ഥയുണ്ട്, ദീക്ഷ പഠിക്കുന്നുണ്ടാവും. സന്യാസ ദീക്ഷയ്ക്ക് മുൻപ് അവരെ ചെയ്യണത് അറിഞ്ഞുകൊണ്ട് അവര് രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ 1 നേരം ഭക്ഷണം കഴിക്കും. നമുക്ക് 3 ദിവസം കഴിക്കേണ്ട ഭക്ഷണം 1 നേരം കഴിച്ച് കയറ്റുവര്. ഇത് കിട്ടില്ലല്ലോ പറഞ്ഞിട്ട് എന്തായാലും കാര്യമുള്ളത്. അവര് എവിടെ എത്തില്ല, ഒന്നും അല്ലാണ്ട് പോകും. അങ്ങനെയാണ്. അത് അവർക്കൊരു എന്താ പറയാ, ഭക്ഷണത്തിൽ അറ്റാച്ച്ഡ് ആണ്, ഫുഡില് സ്വാദിഷ്ടായിട്ട്. പറഞ്ഞോളൂ. താമരയെ കുറിച്ച് അതിന്റെ ഉപയോഗത്തെ കുറിച്ച് ആയുർവേദത്തിൽ എന്താ പറയുന്നത്? ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അത് ക്യാൻസറിനും തടി കുറയ്ക്കാനും ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞ് സയന്റിഫിക് പബ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആയുർവേദത്തിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? ആയുർവേദ താമര ഔഷധമാണല്ലോ, രസായനാണ്. താമര ചേർത്തുള്ള അനവധി ഔഷധങ്ങളുണ്ട്, രസായനമാണ്. താമരയുടെ വളയം ഉപയോഗിക്കും, താമരയുടെ ഇല, താമരയുടെ പുഷ്പം, താമര അല്ലി. താമരയുടെ ഉള്ളിലത്തെ അല്ലി ഉണ്ടല്ലോ, ചെറിയ അല്ലി പറയും, ഭയങ്കര കോസ്റ്റ്ലിയാണ്. താമരയിലുള്ള അനവധി ഔഷധങ്ങളുണ്ട്, ഔഷധമായിട്ട് ഉപയോഗിക്കും. പിന്നെ താമരക്കുളത്തിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറയും, ദർശനത്തിന്, ചികിത്സയാണത്. താമരയും ആമ്പലും ഉണ്ട്. ആമ്പല് വേറെ, താമര വേറെ. എന്തായാലും കുഴപ്പമില്ല. താമര പലതരം താമര പറയും. ചെന്താമരയുടെ പറയുന്നുണ്ട്, വെള്ളത്താമരയുടെ പറയുന്നുണ്ട്. വെള്ളത്താമര ഒരു അപൂർവമായിട്ട് വളരെ കുറവായിട്ടേ കാണാറുള്ളൂ. ചില ഏരിയയിൽ കണ്ടമാനം ഉണ്ടാവും ചെന്താമരയത്. താമരയുടെ ഗന്ധം അതുകൊണ്ട് മാറുന്ന പല രോഗങ്ങളുണ്ട്, അതുകൊണ്ട് ശുദ്ധീകരിക്കുന്നതുണ്ട്. നമ്മുടെ സ്രോതസ്സുകൾ വിസാനാമിവ സൂക്ഷ്മാണി എന്ന് പറയുന്നുണ്ട് മറ്റേ ഈ സുസുതാചാര്യൻ. വിസ എന്ന് പറഞ്ഞാൽ താമര വളയം. താമര വളയം സ്രോതസ്സുകളാണ്. രോഗോരോധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, ഔഷധമായിട്ട് ഉപയോഗിക്കും. ഹൃദ്രോഗികൾക്ക് താമര ഉപയോഗിക്കും. തലച്ചോറിനെ താമരയായിട്ട് കണക്കാക്കണത്. ഇപ്പൊ പുണ്ടരീകന സദൃശം ഹൃദയം സ്യാദ് അധോമുഖം. പുണ്ടരീകൻ എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥം, താമര മൊട്ട്. ഹൃദയം സ്യാദ് ജാഗ്രത വികസതി സ്വപനസ്ഥ നിമീലതി. ഉറങ്ങിയിരിക്കുമ്പോ അത് കൂമ്പും, ഉറക്കത്തിൽ നിദ്രയില് ഒന്നും അറിയാത്തൊരവസ്ഥ വരും. ഈ താമര വളയം ജാഗ്രത ഉണർന്നിരിക്കും. ഈ താമര വളയം കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ടിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് കൊണ്ടാട്ടാക്കി
എടുക്കാം. അതൊരു വളരെ സ്പെഷ്യാലിറ്റി ആണ്. വിശിഷ്ടമാണ്, സ്വാദിഷ്ടമാണ്, വിശേഷമാണ്, വളരെ നല്ലതാണ്. ഈ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ വിശേഷമാണ്, ഹൃദ്രോഗികൾക്ക് പ്രത്യേകിച്ച്. അതുപോലെ തലച്ചോറിലുണ്ടാകുന്ന രോഗങ്ങളല്ലേ, ഇപ്പൊ പല അസ്ട്രോപ്പി, പല എംബോളിസം, ബ്രെയിൻ സംബന്ധമായ ഡീജനറേഷൻ, ഇപ്പൊ ഡിമെൻഷ്യ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ താമരവളയം, താമരവളയം, താമരയുടെ കായ ഉണ്ടല്ലോ, കിഴങ്ങ്, താമരക്കിഴങ്ങ് വേവിച്ച് കഴിക്കും, പൊടിച്ച് കഴിക്കും, ഔഷധമായിട്ട് ഉപയോഗിക്കും. താമരയുടെ പുഷ്പം തന്നെ നമ്മൾ എടുത്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞിട്ട് അത് ജ്യൂസ് ആക്കി കുടിക്കും. ഇത് അർബുദത്തിന് ഉപയോഗം ഉണ്ടോ? ക്യാൻസർ അല്ലെങ്കിൽ അർബുദത്തിനുള്ള എല്ലാ രോഗങ്ങളും അത്. ക്യാൻസർ മാത്രമല്ല, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബ്രെയിൻ ഡീജനറേഷൻ ആണല്ലോ, അതടക്കം ഇല്ലായ്മ ചെയ്യും. പിന്നെ ബാക്കിയൊന്നും പറയണ്ടല്ലോ. ക്യാൻസർ ഒക്കെ ഒരു അവയവങ്ങളെ ബാധിക്കുന്നതാണ്, മറ്റു ടോട്ടൽ ബാധിക്കുന്നതാണല്ലോ ബ്രെയിന്. അപ്പൊ ബ്രെയിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല. താമരയുടെ ഈ താമരയുടെ ഇലയിൽ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് പലയിടത്തും. അപ്പൊ താമരയുടെ ഇല എടുത്തിട്ട് അതിനെ ഉപമിക്കുന്നില്ല പലതായിട്ടും. താമര വളയം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അൺവാണ്ടഡ് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, ബ്രെയിൻ കറക്റ്റ് ആവുമല്ലോ, അപ്പോ ക്യാൻസർ ഉണ്ടാവില്ല. താമരയുടെ തണ്ടാണോ? ആ തണ്ടും അതിന്റെ അടിയില് അതിന്റെ കിഴങ്ങുണ്ടാവും. കിഴങ്ങുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, അതിനൊരു പൈപ്പ് പോലെ ഉണ്ടാവും. അത് എടുക്കാം, അതിന്റെ തണ്ട് എടുക്കാം, താമരയുടെ ഇലയുടെ തണ്ട് എടുക്കാം, അതൊക്കെ എടുക്കുന്നത്. അടിയിൽ ചേറിലുണ്ടാവും, താമരക്കുളത്തില് ചേറുണ്ടാവും, താമരയുടെ ഉള്ളിലുള്ള ഇത്. അത് ആ ചേറും ഔഷധമായിട്ട് ഉപയോഗിക്കും. മണ്ണ് അത് കൊടുക്കും. അതുകൊണ്ട് പൊതിഞ്ഞിട്ടുള്ള പല ഔഷധങ്ങൾ രസായനത്തിലാണ് പ്രത്യേകിച്ച് ഉപയോഗിക്കാറ്. ഈ താമരക്കുളവും, ഇവിടെ താമരയുണ്ട്, നമ്മുടെ വീട്ടില് കുളത്തിന്റെ സൈഡില് കെട്ടിയിട്ട് താമര ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്താമരയുണ്ട്, വെളുത്ത താമരയുണ്ട്, വയലറ്റും ഉണ്ട്. പകല് വിരിക്കുന്നത് അതാണ് താമര. രാത്രി വിരിയുന്നതിന് ആമ്പൽ എന്ന് പറയും. അത് വേരുന്നുണ്ടാവണതുണ്ട്, കിഴങ്ങുന്നുണ്ടാവണതുണ്ട്, കായ ഉണ്ടാവണ താമരയുണ്ട്. രണ്ടും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ അതിലാ ഞങ്ങൾ കുളിക്കല്. പക്ഷെ കുളത്തിന്റെ സൈഡില് വേറൊരു കുളം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ ചളി വെള്ളം ഈ കുളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. രണ്ട് കുളം, ഒന്ന് താമരക്കുളം വേറെ, കുളിക്കലകുളം വേറെ. താമരക്കുളത്തിൽ അങ്ങനെ കുളിക്കാനൊന്നും പറ്റില്ല, സ്ഥലം ഉണ്ടാവില്ല, ഇലയിലേ ഉണ്ടാവുക. താമര വളരെ വിശിഷ്ടമാണ്. ആമ്പലും അതെ. അതെങ്ങനെയാ വെച്ചാല് ആമ്പൽ രാത്രി ആണ് വിരിയുക, നല്ല മണം ഉണ്ടാവും. താമരയുടെ മണവും വളരെ പ്ലസന്റ് ആണ്. ആ മണവും ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കും മനോരോഗികൾക്ക്. താമരക്കുളം കാണുന്നത് തന്നെ ഒരു ഹൃദയാഹ്ലാദകാരകമാണ്, ഹൃദയത്തിന് നല്ലതാണ്, ആഹ്ലാദം ഉണ്ടാവും. താമരപ്പൂ കണ്ട അതിനെ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഒരു 0 സംതിങ് ഉണ്ടാവുള്ളൂ താമരപ്പൂ ഇഷ്ടമല്ലാത്തവർ. താമര നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇഷ്ടമായിട്ട് നമ്മൾ അലങ്കരിക്കാനും പൂജിക്കാനും ഉപയോഗിക്കും. അത് അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണത്. അത് ഹൃദയം തന്നെ അവിടെ അർത്ഥം ഹാർട്ടല്ല, ബ്രെയിനിന് മറ്റു പല രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. ചില മനോരോഗങ്ങൾക്ക് ഉപയോഗിക്കും. അതിന്റെ ജ്യൂസ് ഉപയോഗിക്കും, കിഴങ്ങിന്റെ ജ്യൂസായിട്ട് ഉപയോഗിക്കും. താമരവളയം നമ്മുടെ ഇവിടെ പാലക്കാടൻ ഭാഗങ്ങളിലൊക്കെ അത് വളരെ വിപുലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ. കൊണ്ടാട്ടം എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ. കൊണ്ടാട്ടം ചില ഏരിയയിലൊക്കെ താമര വളർത്തുന്ന കുളങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ വില്വാദിനാഥ ക്ഷേത്രമുണ്ട് ഇവിടെ ഈ തിരുവില്ലാമ, തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ വീടിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ജില്ല മറ്റു തൃശ്ശൂർ ജില്ല അങ്ങനെയാണ്. അവിടെ ഈ ഒരു ഉത്സവം ഉണ്ടാവും, നിറമാല എന്ന് പറയും. ആ നിറമാലയ്ക്ക് കംപ്ലീറ്റ് താമരപ്പൂവ് ഉപയോഗിക്കും. അതുവരെ തമിഴ്നാട്ടിൽ നിന്നാണ് താമരപ്പൂവ്. ഇക്കൊല്ലം ഉണ്ടായിട്ടില്ല കോവിഡ് കാരണം. എല്ലാ ഭാഗത്തും താമരപ്പൂവാണ്. വേറൊരു പുഷ്പമൊന്നും ഉപയോഗിക്കില്ല, താമര പുഷ്പം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ലോഡ് കണക്കിന് കൊണ്ടുവരും.
അതിന്റെ വളയും അതിന്റെ അല്ലിയൊക്കെ നല്ല വില പിടിച്ചതാണ്. അത് ഉപയോഗിക്കും. അത് ശരിയാണ്, താമര ആന്റി ക്യാൻസറസ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് റെഫറൻസ് ഉണ്ട് പുസ്തകങ്ങൾ. എന്താണ്? ഡോക്ടർ ജി, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ വളരെ നന്ദി. ഇഞ്ചിയെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇഞ്ചി എന്ന് പറഞ്ഞാല് അത് എരിവ് രസമുള്ളതാണ്. എരിവ് രസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദ്രവ്യമാണ് ഇഞ്ചി. ആർദ്രകം എന്ന് പറയും. അത് ഉണങ്ങിയാൽ ശുണ്ഠിയായി, ചുക്കായി. എരിവ് രസത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് ദീപനമാണ്, പാചനമാണ്. അത് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ വിട്ടുപോയി തോന്നുന്നു. തൃകടു എന്ന് പറയും. ചുക്ക്, കുരുമുളക്, തിപ്പലി. ചുക്ക് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിയുടെ ഉണങ്ങിയ അതിനെയാണ് ചുക്ക് എന്ന് പറയാം. എഞ്ചിയുടെ മൊരി കളഞ്ഞ് ഉണക്കിയ ചുക്കായി. ആ ചുക്ക് രുചി ഉണ്ടാക്കും, ദഹനശേഷി ഉണ്ടാക്കും, ഹൃദ്യമാണ്, ഹാർട്ട് നല്ലതാണ്, കടിരസിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എന്നാൽ അതിന് സ്നിഗ്ധതയുണ്ട്, ഉഷ്ണവീര്യമാണ്, വാതകോപം ഉണ്ടാക്കില്ല. അതുകൊണ്ട് എരിവരസങ്ങളൊക്കെ വാതകോപം ഉണ്ടാക്കുന്നതാണ്. ഇത് വാതകോപം ഉണ്ടാക്കില്ല. പിന്നെ ഈ ചുക്ക് ഇഞ്ചിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇഞ്ചി രുചി ഉണ്ടാക്കും, ദഹനശേഷി കൂട്ടും, ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ് ഇഞ്ചി. രുചി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്. അരോചകം, രുചിയില്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഈ ഇഞ്ചി നല്ലതാണ്. ദീപനം ഉണ്ടാക്കും, ദഹനം, പാചനം ശരിയാക്കും, മെറ്റബോളിസം കറക്റ്റ് ചെയ്യും. ഇതാണ് ഇഞ്ചിയുടെ പൊതുവായിട്ടുള്ള ഗുണം. പിന്നെ ഇഞ്ചി എപ്പോഴും നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ കിട്ടാത്ത സമയം ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി ഉണക്കി എടുത്ത് വെക്കും. അതിനാണ് ചുക്ക എന്ന് പറയാം. ഇഞ്ചി എടുത്തിട്ട് ഇഞ്ചി നീരും ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കും. പല രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി നീര് ഉപയോഗിക്കും. ഇഞ്ചി നീര് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഊറലുണ്ട്, ഉപനൂറൊക്കെ. ആ നൂറ് ഉപയോഗിക്കില്ല, അല്ലാണ്ട് ജലം മാത്രമായിട്ട് ഉപയോഗിക്കും. ഇഞ്ചിയുടെ സർവത്ത് ഉപയോഗിക്കും. ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുള്ള നമ്മള് ഈ കറികളിൽ ഇഞ്ചി ഇടും, പലതരം കറികളിൽ, ഇഷ്ടൂലൊക്കെ ഇഞ്ചി ചട്നി ഇറക്കി, ഇഞ്ചി തൈര് ശേഷമാണ്. ഈ പുളിയുള്ള ഈ പുളി ഇഞ്ചി എന്ന് പറയുന്നതിന്റെ അത് പുളി എത്രത്തോളം വിരുദ്ധാണ്? പുളി വളരെ നല്ലതാണ്. വാളംപുളി ഉപയോഗിക്കുക. അതിന് പുളി ഒരു കൊല്ലം പഴക്കമുള്ള പുളി, അല്ലെങ്കിൽ പുതിയ പുളിയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വെള്ളം കൂട്ടി പിഴിയും. പിഴിഞ്ഞിട്ട് അതിന്റെ ചണ്ടി കളയും, ഒന്ന് അരിക്കാം വേണമെങ്കിൽ. എന്നിട്ട് അടുപ്പത്തിട്ട് തിളപ്പിക്കും. നല്ലോണം തിളയ്ക്കും. നല്ലോണം തിളച്ചത് കുറുകണം. അതിൻ്റെ ഒപ്പം ഇഞ്ചി മുറിച്ചിടും, നീളത്തിൽ മുറിച്ചിടും. അപ്പോൾ പുളി ഇഞ്ചി ആയല്ലോ. കുറച്ച് ഉപ്പിടും, പിന്നെ കുറച്ച് ശർക്കര പാവൊഴിക്കും. അത് കഴിഞ്ഞ് കടുക്, ഉണങ്ങിയ മുളക് എല്ലാം, കറിവേപ്പില ഒക്കെ ഇട്ട് ഈ നല്ലെണ്ണയിൽ വറവിടും. അപ്പോ അതിൽ മധുരരസമായി, അമ്ലരസമായി, ഉപ്പ് രസമായി. ഈ 3 രസങ്ങളുണ്ട്. വാതഹരമായിട്ട് എല്ലാ രസങ്ങളും വന്നു അതിൽ. അത് വളരെ വിശിഷ്ടമാണ്. അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അത് വയറ് നിറച്ചല്ല, കുറേശ്ശെ നാമ്പിലേക്ക് അച്ചാറ് പോലെ ഉപയോഗിക്കാം. പുളിയിഞ്ചി തൊട്ട് നക്കുക എന്ന് പറയും. അത് നല്ലതാണ്, രുചി ഉണ്ടാക്കുക. അല്ലെ ഇഞ്ചി കഴിക്കാം. നല്ലെണ്ണയാവുമ്പോൾ വളരെ വിശേഷമാണ്. വെളിച്ചെണ്ണയിൽ പറ്റില്ല, അത് കാറും. അത് തന്നെ ചില ആൾക്കാര് ഈ പച്ചമുളക് നല്ലെണ്ണയിൽ മൂപ്പിച്ചിടും. കടുകല്ല, ഇത് എള്ള് അരച്ച് ചേർക്കും. അപ്പൊ അത് മുളകാ പച്ചടിയാണ്. പച്ചമുളകും എള്ളും കൂടി അരയ്ക്കും. ചില ആൾക്കാര് പച്ചമുളക് നല്ലെണ്ണയിൽ വറുത്തിടും, എള്ള് അരച്ച് ചേർക്കും. എള്ള് നല്ല അരയില്ല, ചെറുതായിട്ടൊന്ന് അരച്ച് ചേർക്കും. എന്നിട്ട് അതിലിട്ട് തിളപ്പിക്കും. പച്ചമുളക് വറവിലാണ്.
ചുവന്ന മുളക് ഉപയോഗിക്കില്ല. കറിവേപ്പില മസ്റ്റാ. അങ്ങനെ വരുമ്പോ മുളകാപ്പച്ചടിയായി. അത് അത്ര കാലം ഇരിക്കില്ല. പുളിയിഞ്ചിയൊക്കെ 2 മാസം ഇരിക്കും. അപ്പൊ പുളിയിഞ്ചിയിൽ ചുമന്ന മുളകല്ലേ യൂസ് ചെയ്യാ? ചുവന്ന മുളക് ഉപയോഗിക്കും. ചുവന്ന മുളക് വറവിടേ ഉള്ളൂ. ചുവന്ന മുളക് അരച്ച് ചേർക്കില്ല. വറുത്തിടാൻ ചുവന്ന മുളക് ഉപയോഗിക്കും. പിന്നെ വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. മുളക് ഉപയോഗിക്കാണ്ടേ ആവാം. ഇഞ്ചി ഉണ്ടല്ലോ, പിന്നെ മുളകിന്റെ ആവശ്യമില്ല. ഇഞ്ചിയുടെ രസം എരിവാണ്. ഇഞ്ചി ധാരാളം ഇടുക, ജാസ്തി ഇടുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ പച്ചമുളകും അരിഞ്ഞിടാം. ഈ വറുത്തിടായില്ലേ, എള്ളില്ലാതെ. അപ്പോ ആ മുളക് കുറെ കാലം ഇരിക്കുകയില്ല. നല്ല മൂക്കണം. പച്ചമുളക് നല്ലെണ്ണയിൽ മൂപ്പിക്കണം. നല്ല ശുദ്ധമായ നല്ലെണ്ണ. അത് വളരെ വിശിഷ്ടമാണ്. അതിന് ഫ്രിഡ്ജൊന്നും വേണ്ട, കുറെ കാലം ഇരിക്കും. നല്ല ഗ്ലാസിന്റെ പാത്രത്തിൽ എടുത്തു വെക്കണം. സ്ഫടികത്തില് നന്നായിട്ടിരിക്കും. അല്ലെ കേടുവരും. ഈ മെറ്റലിന്റെ പാത്രമൊന്നും പാടില്ല. കുപ്പിയുടെ പാത്രം, അല്ലെങ്കിൽ കലച്ചട്ടി അതിനെ അടച്ചു വെക്കണം. എന്നാൽ കേടുവരില്ല. എന്താ ചോദിക്കാൻ കാരണം? അല്ല, തൽക്കാലം ഇഞ്ചി നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും പുളിയിഞ്ചിയാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. നല്ലതാണ്, നല്ല തോന്നലായി. അങ്ങനെ ചെയ്യാം. ധൈര്യം എല്ലാവർക്കും ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കിയാൽ മതി. മാസത്തിലൊരിക്കൽ ഉണ്ടാക്കിയാൽ മതി. 1 മാസം സുഖമായിട്ടിരിക്കും. ഒരു ഫ്രിഡ്ജൊന്നും വേണ്ട. നല്ല കുറുക്കി വറ്റണം. ചാറ് പോലെ ആവണം. ലൂസാവരുത്. അത് മറ്റേ കുറുക്കിയതിന്റെ ശേഷമാണ് ഈ ശർക്കര ഉണ്ടാവും. ശർക്കര ഇട്ടാൽ വീണ്ടും ലൂസാവും. അപ്പൊ വീണ്ടും ഒന്നും കൂടി കുറുക്കണം. അപ്പോ നല്ലോണം കുറുക്കി പേസ്റ്റ് പോലെ ആവും. ആ സമയത്ത് എടുത്തു വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. ജപ്പാനിലൊക്കെ ഇഞ്ചി അങ്ങനെ തന്നെ തിന്നണോ? പച്ചക്കുള്ള ഇവിടെ കഴിക്കും. ഇവിടെയുള്ളോ ഇഞ്ചി നമ്മള് സലാഡ് കൂടെ ചേർത്ത് കഴിക്കും. ഇഞ്ചി പച്ച തിന്നും. ഇപ്പോ ഈ ഇതില്ലേ നമ്മളെ ഈ ഇഷ്ടവും അതിൽ ഇഞ്ചി അങ്ങനെ മുറിച്ചിടും, അത് തിന്നും. ഇഞ്ചിയും ഉപ്പും കൂടി കടിച്ചു തിന്നും. സാധാരണ ഈ ഇല്ലേ കുരങ്ങന്മാര് ധാരാളം സ്ഥലത്ത് ഇഞ്ചി ഉണക്കാൻ പുറത്തിട്ടാൽ അവര് എടുത്തുകൊണ്ടുപോകും. അത് കടിച്ചു തിന്നും കുരങ്ങന്മാർ. അത് തുപ്പിക്കളയും. ഇഞ്ചി കടിച്ച് അതിന്റെ രസം എടുത്ത് അതിന്റെ ചണ്ട് തുപ്പിക്കളയുന്ന ആൾക്കാർ. അത് നല്ലതാണ്. ഇഞ്ചി വളരെ ഒരു ഔഷധമാണ്. ഏറ്റവും നല്ലൊരു ഇതാണ്. ഈ എരിവ് രസത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഇഞ്ചി. ആർദ്രകം. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ശുദ്ധി എന്ന് പറയും. ചുക്ക എന്ന് പറയും. ചുക്കായാലും ഇഞ്ചി കിട്ടില്ല, ചുക്കായാലും മതി, സെയിമാണ്. സാറേ, ഇഞ്ചി പുഴുങ്ങി ഉണക്കിയാലാണോ ചുക്കാവോ അതോ വെറുതെ ഉണക്കിയാൽ ചുക്കാവോ? ഇഞ്ചി പുഴുങ്ങണ്ട. ഇഞ്ചി തൊലി കളയുക. തൊലി ചിരണ്ടി കളയണം. തൊലി ചിരണ്ടി കളഞ്ഞിട്ട് ഉണക്കുക വേനൽക്കാലത്ത്. ചുക്കായി. തൊലി കളയാണ്ട് ഉണങ്ങി അത് ഉണങ്ങില്ല, കേടുവന്ന് പോകും, കെട്ടു. ശരി. ഇപ്പൊ രണ്ടും. ഡോക്ടർ ജി, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഡോക്ടർ ജി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഓട്ട്മീൽ ഇവിടെ വളരെ കോമൺ ആണ്. നമ്മളെല്ലാവരും രാവിലെ ഓട്ട്മീലാ കഴിക്കുക. എന്താണ് ഓട്ട്മീൽ? അതിന്റെ പ്രത്യേകത എന്താണ്? അത് കോണെന്നൊക്കെയാണ് ഉണ്ടാക്കണേ. അതിന്റെ പ്രത്യേകത എന്താണ്? അത് നല്ലതാണ്, പൗഷ്ടികമാണ്, പുഷ്ടി ഉണ്ടാക്കും ശരീരത്തിനെ. അതെ, തടിപ്പിക്കും. അത് ദോഷമുള്ളൊന്നുമില്ല. വല്ലാണ്ട് ഫാറ്റ് ഇല്ല, കൊഴുപ്പൊന്നുമില്ല. അതിന് കൊഴുപ്പൊട്ടുമില്ലാത്തൊരു കൊഴുപ്പ് മാത്രമല്ല, സ്റ്റാർച്ചിന്റെ അളവും കുറവാണ്. വളരെ ഒരു ദേഹത്തിന് ഒരു പുഷ്ടി ഉണ്ടാക്കും. ക്ഷീണം പെട്ടെന്ന് മാറും. ഈ ഇതില്ലേ നമ്മുടെ കോൺ
കോൺ ഈ അതെ അത് കോൺ കോൺ പലതരം ഇനി 2-3 തരം ഉണ്ട് കോണ്. അതിൽ വെളുത്ത കോണുണ്ട്. അതിന്റെ ഒന്നാണ് എടുക്കണത് തോന്നുന്നു. അതായത് പ്രസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് മെഷീനില്. അതെ, മക്കായി നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഓൾഡ് ഫാഷൻ ഓട്സ് ആണ്. ഓൾഡ് ഫാഷൻ ഓട്സ്. അതീ പറഞ്ഞത് അടുത്താണ്. ഞാൻ ദിവസവും രാത്രിയിൽ അത് ഉപയോഗിക്കാറുണ്ട്. മധുരമുള്ളതുണ്ട്, മധുരമില്ലാത്തതുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്. വെളുത്തതാണ് ഉപയോഗിക്കുക, വൈറ്റ് ഓട്സ്. അതെ, അത് എടുത്തിട്ട് അതിന്റെ ഇത് കളഞ്ഞ് ആ കുരു എടുത്ത് പ്രസ് ചെയ്ത് വരും. നമ്മൾ അവിലുണ്ടാക്കില്ല, അതെ. അവില് പോലെ ഒരു മെഷീനിലിട്ട് പ്രസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ജാസ്തി മൂക്കാൻ പാടില്ല. അപ്പോ അതുപോലെ തന്നെ ഈ നമ്മൾ അവിലില്ലേ, സാധാരണ ഈ നെല്ല്, ഗോതമ്പ് ഒക്കെ പൂർണ്ണമായിട്ട് വിളയുന്നതിന് മുമ്പ് എടുക്കുക. ഒരു 15 ദിവസം മുമ്പ് കൊയ്യുക. എന്നിട്ട് അതിനെ അവില് ആക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഓട്സിനേക്കാളും ശ്രേഷ്ഠമാണ്. റെയറാണ്, ബുദ്ധിമുട്ടാണ്, പ്രിസർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റത് ഈ നെല്ല് കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ഓട്സ് ജാസ്തി ഉപയോഗിക്കുക, അരി. പക്ഷെ ഈ മറ്റേ സ്റ്റാർച്ചിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ലതാ, ധാന്യമാണല്ലോ. ഒരു സ്വാത്വികാഹാരത്തിൽ തന്നെ പെടുന്നത്, താമസമൊന്നുമല്ല. പിന്നെ ഈ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങു വർഗ്ഗങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഈ ചേന, പിന്നെ കൊള്ളി എന്നൊക്കെ പറയുന്ന ഈ കിഴങ്ങു വർഗ്ഗങ്ങള്. ടാപ്പിയോക്കയാണ്. അത് എല്ലാവർക്കും പറ്റിയതല്ല. ഡയബറ്റീസുകാർക്ക് കൂട്ടും. അത് വയറിന് ദഹനശേഷിയുള്ളവർക്ക് പറ്റും. കൊള്ളി, കപ്പ, അത് അതിലൊരു പോയ്സൺ ഉണ്ട്. അത് ശരിക്കും ഇന്ത്യൻ അല്ല, ബ്രസീലിൽ നിന്ന് വന്നതാ. അതിന്റെ ഇല പശു കഴിച്ച പശു ചത്തും. അപ്പൊ അതുകൊണ്ട് പശുവിനെ അത് ഉള്ളിടത്തൊന്നും കിട്ടില്ല പണ്ട് കാലത്ത്. അതിന്റെ ഇല മാത്രല്ല, അതിന്റെ തൊലിയുടെ ഉള്ളിലൊരു റോസ് കളറുള്ള ഇതുണ്ടല്ലോ, ഒരു ചുവപ്പ് നിറത്തിലൊന്ന് ഒരു തൊലി. അത് കഴിച്ചാൽ പശുക്കളൊക്കെ ചാവും, ആട് ചാവും. അതെടുത്ത് അതിന്റെ കിഴങ്ങെടുത്തിട്ട് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വേവിച്ചാൽ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് ബാക്കി ഉപയോഗിക്കാവൂ. തിളച്ചാ ഊറ്റിയിട്ട് രണ്ടാമത് വെള്ളം ഒഴിക്കണം. ചില ആൾക്കാർ ഈ വാട്ടുകപ്പ എന്ന സാധനമുണ്ട്, ഈ മധ്യ തിരുവിതാംകൂറിൽ ഉപയോഗിക്കാതെ, ഹൈ റേഞ്ച് ഭാഗത്ത്. ഇത് 2ാം ലോക മഹായുദ്ധകാലത്ത് അരിക്ക് ക്ഷാമം വന്നപ്പോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അത്ര ഈ സാധനം. അല്ല, അതിന്റെ മുമ്പ് ഉണ്ട്. അതെ, അത് അതിന്റെ മുമ്പ് വന്നതാ. ഒരു 37 ആ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ഈ മറ്റേ കൊച്ചിയിലൊക്കെ, കൊച്ചി തിരുവിതാംകൂർ ഭാഗത്ത് കൊല്ലത്തടി പറയും. ഒരു കൊല്ലത്തിൽ ഒരിക്കലും എടുക്കുള്ളൂ. പിന്നെ 6 മാസത്തിലൊരിക്കലായി. ഇപ്പൊ പലതരം വെറൈറ്റി ഉണ്ട്. ഇവിടെ ഒരു തരം കപ്പയുണ്ട്, ഇവിടെ ഉണ്ട്. ഒരു മൂടുന്ന് ചുരുങ്ങിയത് 40 കിലോ മുതൽ 60 കിലോ വരെ കിട്ടും. ഒരു കിഴങ്ങ് അത് ഒന്നിച്ച് പെറുക്കില്ല, ഓരോ കിഴങ്ങ് എടുക്കുക ചെയ്യാം. ഒരു കിഴങ്ങ് 8 കിലോ ഒക്കെ ഉണ്ടാവും. അത് മുറിച്ച് കറി, നല്ല സ്വാദിഷ്ടമായിട്ടുള്ളതാണ്. എന്നാണല്ലോ ഈ ഗ്ലൂക്കോസ് എന്നൊക്കെ ഉണ്ടാക്കുന്നപ്പോ സ്റ്റാർച്ച്. അപ്പൊ അതില് വെള്ളം ഊറ്റി കളഞ്ഞാൽ അതിന്റെ ദോഷമൊക്കെ മാറും. ഈ പുഴുങ്ങിയിട്ട് വെള്ളം കട്ട പറയുന്നത്, ആ കട്ട് പോകും. പിന്നെ നല്ലതാണ്. ഇവിടെ വരുമ്പോ കാണിച്ചു തരാം, നല്ലതാണ്. തിരുവിതാംകൂറില് വിശാഖം തിരുനാൾ മഹാരാജാവാണ് ആദ്യമായിട്ട് കപ്പ ഉപയോഗിച്ച് പരീക്ഷിച്ചത്. അദ്ദേഹം 7 തവണ ഊറ്റിയെന്നാ പറയുന്നത്. 7 തവണ വെള്ളം തിളപ്പിച്ച് ഊറ്റി, വെള്ളം തിളപ്പിച്ച് ഊറ്റി 7 തവണ ചെയ്തതിനു ശേഷമാണ് കഴിച്ചത് ആദ്യത്തെ കപ്പ. ഏത് രാജാവിന്റെ കാലത്താണ് പറഞ്ഞത്? തിരുവിതാംകൂറില് വിശാഖം തിരുനാൾ മഹാരാജാവ്. നല്ല വഴക്കമുണ്ട്. അതെ, അത് അദ്ദേഹത്തിന് ആരോ കാഴ്ച വെച്ചതാ. അതെ, അതെ. അവിടുന്ന് കൊണ്ടുവന്നിട്ട് അത് ഈ വിഷാംശം ഉണ്ടാവില്ലേ അതിന്റെ ഇതില്, അപ്പൊ വിഷാംശം കളയാൻ വെച്ച് ഊറ്റിക്കളയും. അപ്പൊ അത് 2-3 പ്രാവശ്യം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുക എപ്പോഴും അവിടുത്തെ ആൾക്കാർ. ഇപ്പൊ ഇവിടെ പ്രമേഹം വരുന്ന വസ്തുവാണ് ഒഴിവാക്കല്ലേ ഭേദം. അങ്ങനെ ദോഷല്ലേ, പ്രമേഹം ഉണ്ടാക്കും. പക്ഷെ നല്ലോണം അത്യധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ഭക്ഷണമാണ്.
അതിലും വേറെ വല്ല ചക്ക മെഴുക്ക് പുരട്ടി അങ്ങനത്തെ ഒക്കെ അല്ലേ അല്ലേ? ചക്ക എല്ലാ അത് കാലത്തും കിട്ടില്ല, ആ എല്ലാ കാലത്തും കിട്ടില്ല. ആ ഇത് ഈ മലയോരങ്ങളിലൊക്കെ നല്ല ഈൽഡ് കിട്ടും. ആ ഒരു 4-5 ഒരു സെന്റിലൊക്കെ ഒരു വീട്ടിൽ ധാരാളം മതി. ഒരു സെന്റിൽ കൃഷി ചെയ്താൽ മതി. ഒരു 10-20 മൂടുണ്ടായ ധാരാളമായി, ഒരു കൊല്ലത്തേക്കായി. അത് എടുത്തിട്ട് പെറിച്ചെടുത്തിട്ട് അതിന് അങ്ങനെ വാട്ടും. ആ കൊത്തി ഉണക്കും. ആ ഒന്ന് വെള്ളത്തിലിട്ടിട്ടേ ഒന്ന് പച്ചവെള്ളത്തിലിട്ടിട്ട് എടുക്കും. വാട്ടുകപ്പ എന്ന് പറയും. ആ വെള്ളം കളയും. ഇത് കൊത്തിയിട്ട് ഉണക്കും. ഉണക്കി ഉപയോഗിക്കും. ഉണക്കി അത് 2-3 കൊല്ലൊക്കെ ഉപയോഗിക്കാം. നല്ലോണം ഉണങ്ങണം, ചിപ്സ് പോലെ. എന്നിട്ട് അത് വറക്കൊക്കെ ചെയ്യും. ഉണങ്ങിയത് വെള്ളത്തിലിട്ട് വെക്കും ഒരു ദിവസം. പിറ്റേ ദിവസം ഇത് പുഴുങ്ങിയിട്ട് അത് എന്താണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കി എന്താണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. വറുത്തുപ്പേരി. നല്ലതാണ് വാട്ടുകപ്പ. ഭക്ഷണം അരിക്ക് ക്ഷാമം വന്ന കാലത്ത് ഇവിടെ ധാരാളം ഉപയോഗിച്ചിരുന്നു. അരി കിട്ടാത്ത സമയത്ത് ഇത് മാത്രം കഴിച്ചിരുന്നു. ഇതും കട്ടൻ ചായ, കട്ടൻ കാപ്പി, കംപ്ലീറ്റ് ഫുഡാണ്. കപ്പയും മത്സ്യം ഉപയോഗിക്കുക ആൾക്കാര്, മത്സ്യം ഉപയോഗിക്കുന്നവര്. പക്ഷെ പലർക്കും ഇപ്പോഴേ ഈ പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയേണ്ട വിവരമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവരധികം. ഇപ്പൊ പിന്നെ അതൊരു വിഷമില്ലാതെയായി. അതിനേക്കാൾ വലിയ വിഷമല്ല ചെല്ലണത്. അപ്പൊ അതുകൊണ്ട് ഈ കപ്പട വിഷം ഒരു പ്രശ്നമല്ല അപ്പളേ. അതിനേക്കാൾ കൂടിയ വിഷങ്ങളല്ല ചെല്ലുന്നത് ഈ പച്ചക്കറി. അതുകൊണ്ട് ഇതൊരു പ്രശ്നമില്ലാണ്ട് പെസ്റ്റിസൈഡ് വന്നതിന് ശേഷം കപ്പയിലത്തെ വിഷം നമ്മളെ ബാധിക്കാണ്ടേ. പലതിനാണെങ്കിൽ പട്ട തന്നിട്ട് എന്താ കാര്യം വന്നെങ്കിൽ. ഒരു കാലത്ത് നമ്മുടെ പറമ്പിൽ ഈ കിടക്കാനൊക്കെ വരുന്നവര് എന്തൊരു ആരോഗ്യം, നല്ല ശക്തിയാ കാണാൻ. അവരുടെ ഉച്ചക്കത്തെ ആഹാരവും കപ്പയും മീനും ഒരു ഗ്ലാസ് തെങ്ങിൽ നിന്ന് കിട്ടുന്ന മദ്യവും ഇത് കഴിച്ചിട്ടാണ് ജോലിക്ക് വരുന്നത്. എന്തൊരു ആരോഗ്യം കാണണം കേട്ടോ. നല്ല ഹെൽത്തി ഫുഡ്